നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡിയർ മാസ്റ്റേഴ്സ് ആൻഡ് മൈ ഡിയർ ഗോഡ്സ്. ഇന്ന് ദിവ്യസന്താനത്തിന്റെ 10ാമത്തെ ദിവസമാണ്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ തേർഡ് ഐ മാസ്റ്റർ KG ശുഭ മാഡം ആണ്. ആൻഡ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് പാവന മാഡം ആണ്. మొట్టమొదలిగా మనమందరి ప్రియమైన గురువులైన బ్రహ్మశ్రీ పితామహ సుభాష్ పత్రిజీ గారికి, స్వర్ణమాల పత్రి అమ్మకి, మహావతార్ బాబాజీకి, మళ్ళీ నా ధ్యాన మార్గదర్శకుల గురువులందరికీ కూడా నా హృదయపూర్వక శతకోటి ధన్యవాదాలు. నా పేరు చెప్పండి. ആദ്യമായി നമ്മുടെ ജഗദ്ഗുരുവായ സുഭാഷ് പത്രിജിക്കും അദ്ദേഹത്തിന്റെ പത്നിയായ സ്വർണമാല പത്രിജിക്കും അതുപോലെ മഹാവതാർ ബാബാജിക്കും പിന്നെ എൻ്റെ ധ്യാനത്തിന്റെ മാർഗദർശികളായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. నా పేరు KG శుభ. నేను కర్ణాటకలో భద్రావతి ఊర్లో ఉంటున్నాను. నేను లాస్ట్ 4 years నుంచి ధ్యానం చేస్తున్నాను. എൻ്റെ പേര് ശുഭയാണ്. എൻ്റെ പേര് ശുഭ എന്നാണ്. ഞാൻ കർണാടക സ്റ്റേറ്റിലാണ്, ഭദ്രാവതി. പേരു മാഡം? ഭദ്രാവതി ഊര് മാഡം. ഭദ്രാവതി എന്ന ഒരു സ്ഥലത്താണ് ഞാൻ 4 years ആയിട്ട് ధ్యానం ചെയ്തുകൊണ്ടിരിക്കുന്നു. ఫస్ట్ నేను ఈ రోజు టాపిక్ ఏమి అంటే మాలో ఉన్న ఒక దైవిక స్త్రీతత్వాన్ని ఎలా మేల్కొల్పావాలి అంటే మనలో ఉన్న డివైన్ ఫెమినైన్ ఎనర్జీని ఎలా మనము అవేకనింగ్ చేసుకోవాలి అన్నది చెప్తాను. ఇది నా అనుభవానికి అంటే ధ్యానానికి ఎందుకు వచ్చాను అనేది ఈ టాపిక్ చాలా రిలేటెడ్ గా ఉంది. అందుకే ఫస్ట్ నేను 5 minutes నా గురించి చెప్పి తర్వాత టాపిక్ తీసుకుంటాను. ഈ ദിവസത്തെ ക്ലാസ്സിൽ ഒരു സ്ത്രീ ശക്തി എങ്ങനെ ഒരു ദൈവശക്തിയാണ് എന്നുള്ളതിന് ഒരു ഉദാഹരണം എൻ്റെ ധ്യാന ജീവിതം തന്നെയാണ്. എൻ്റെ അനുഭവത്തിലൂടെയാണ് ഒരു സ്ത്രീക്ക് ഒരു ദിവ്യമായ ദൈവിക ശക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു സബ്ജക്റ്റും എൻ്റെ ധ്യാന അനുഭവവും തമ്മിൽ വളരെ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായി എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ പറയാം. ఓకే మేడం. అంటే మేడం చెప్పారు గర్భాశయ గురించి చెప్పండి అని. ఈ గర్భాశయం అనేది ప్రతి ఒక్క స్త్రీకి కూడా ఒక ఎనర్జీ పవర్ ఉన్నట్లాగా ఉంటుంది. ఓకే చెప్పండి. അതായത് മാഡം പറഞ്ഞത് ഗർഭാശയം, അതായത് നമ്മൾ ഗർഭപാത്രം എന്ന് മലയാളത്തിൽ പറയും. അത് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് ഈ യൂട്രസ് അഥവാ ഗർഭകോശം എന്ന് പറയുന്നത്. ഇത് ഒരു സ്ത്രീയുടെ ശക്തി കേന്ദ്രമാണ് എന്നാണ് മാഡം പറയുന്നത്. ഗർഭപാത്രം എന്നത് ഒരു സ്ത്രീയുടെ శక్తి కేంద్రമാണ്. ఓకే. మనం అందరూ ఆడవాళ్ళగా పుట్టినా కూడా ఒక మనకు ఆడతనము, ఒక తల్లితనం అన్నది ఇచ్చేదే ఆ గర్భాశయము. అంటే మనకి ప్రతి ఒక్క ఆడవాళ్ళకి ఒక పరిపూర్ణత ఇచ్చేదే ఆ గర్భాశయము. നമ്മൾ സ്ത്രീയായി ജനിച്ചാലും നമുക്ക് ഒരു സ്ത്രീത്വം അല്ലെങ്കിൽ ഒരു മാതൃത്വം എന്നത് നൽകപ്പെടുന്നത് ഈ ഒരു ഗർഭാശയം ഉള്ളത് കൊണ്ടാണ്. അവിടെയാണ് നമ്മളൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു മാതാവാണ് എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത. അതൊരു നമ്മുടെ ഒരു സ്ത്രീ എന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് ഈ ഗർഭപാത്രം എന്നാണ് പറയുന്നത്. అది నా ఫస్ట్ నేను ఎలా అంటే నేను ధ్యానానికి వచ్చిందే నా హెల్త్ ఇష్యూస్ వల్ల. అది ఫస్ట్ నాకు వచ్చిందే పీరియడ్స్ ప్రాబ్లం. అంటే 4 years బ్యాక్ నేను చాలా హెల్త్ ఇష్యూస్ లో ఉన్నాను. చెప్పండి మేడం. അതായത് ഞാൻ ഈ ധ്യാനത്തിലേക്ക് വരാൻ കാരണം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനത്തിൽ വരുന്ന സമയത്ത് എനിക്ക് ഗൈനക്ക് പ്രോബ്ലം ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ധ്യാനത്തിലേക്ക് വന്നു. ആ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ఓకే. అంటే 4 years వెనక
అంటే 2020 వెనక 5 years వరకు కూడా నేను చాలా హెల్త్ ఇష్యూస్లో ఉన్నాను. అంటే బీపీ ఎక్కువ ఉంది, హిమోగ్లోబిన్ చాలా తక్కువ ఉంది. ఆడవాళ్ళకి 15% ఉండాలి, నాకు 4% ఉండేది. మళ్ళీ పీరియడ్స్ ఇంత నాకు హెవీగా ఫ్లో అయ్యేదంటే 1 monthలో 15 days నేను నార్మల్గా ఉంటే 15 days నుంచి సిమ్టమ్స్ స్టార్ట్ అయ్యేది. కడుపు నొప్పి, బాడీ పెయిన్ అంతా. మళ్ళీ బ్లీడింగ్ అనేది 15 days വరకు కూడా ఎక్కువ ఉండేది. അതായത് ഒരു 5 years ബാക്ക് വരെ 2020 തുടങ്ങിയിട്ട് എനിക്ക് ഒരു ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് 15 ദിവസം നോർമൽ ആയിട്ടുണ്ടെങ്കിൽ 15 ദിവസം എനിക്ക് പീരിയഡ്സിന്റെ ബ്ലീഡിങ് ഓവർഫ്ലോ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് 15% ഹീമോഗ്ലോബിൻ ആവശ്യമുള്ള സ്ഥലത്ത് എനിക്ക് ഓൺലി 5% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഹൈ BP ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഓവർഫ്ലോ ഉള്ള സമയത്ത് ധാരാളം പെയിന്, അബ്ഡോമിനൽ പെയിന്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് കൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു ആ സമയത്ത്. అలాగే 5 years సఫర్ పడ్డాను. అంటే ఒక మనిషికి ఎందుకు హెల్త్ ఇష్యూస్ వస్తాయంటే మనలో ఉన్న మానసిక అస్వస్థత, అంటే సైకోసోమాటిక్ డిసీజెస్ అంటారు, మనోదైహిక రోగాలు అవి వచ్చేది. అంటే మనలో ఆ మనస్సు అనేది ఎప్పుడు డిప్రెషన్లో వెళ్ళిపోతుందో, చాలా మనం నెగిటివ్లో అంటే చాలా పెయిన్లో, నొప్పిలో ఉంటామో అప్పుడు అది మన భౌతిక దేహంలో ఇంపాక్ట్ అవుతుంది, పరిణామం చూపిస్తుంది. అదే నాకు అయ్యింది. అంటే అప్పుడు నేను చాలా మెంటలీ డిప్రెషన్లో ఉండిపోయాను. നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അസുഖങ്ങൾ എന്തിനുണ്ടാവുന്നു എന്നുള്ളത് അന്വേഷിച്ച് ചെന്നപ്പോൾ ഇത് സൈക്കോസൊമാറ്റിക് ആണ് എന്നെനിക്ക് മനസ്സിലായി. അതായത് മാനസികമായുള്ള നമ്മുടെ വേദനകൾ, ഡിപ്രഷൻ, നമ്മുടെ നെഗറ്റീവ് തോട്ട്സ്, ഇതെല്ലാം കൊണ്ട് അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന പലതരം രോഗങ്ങളായി മാറുന്നു എന്നുള്ള ഒരു നിഗമനത്തിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. అలాగే నాకు కూడా ఆ పీరియడ్స్ అంటే నా గర్భసంచిలో 21 ఫైబ్రాయిడ్స్ ఉండేది, గడ్డలు అంటారు కదా అది. మళ్ళీ నాకు ఇయర్లీ 3 to 4 times బ్లడ్ వేసినా కూడా నా బాడీ ఆ బ్లడ్ని తీసుకొనట్లేదు. ఎంత బ్లడ్ వేసినప్పుడు 7 to 8% HB ఉండేది. మళ్ళీ పీరియడ్స్ టైంలో 4-5కి వెళ్ళిపోయేది. ఇలాగే 5 years నేను చాలా అంటే చాలా నరకం చూసేసాను. എനിക്ക് എൻ്റെ ഗർഭപാത്രത്തിൽ ആ സമയത്ത് 21 ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഓവർഫ്ലോ ആയിട്ട് പീരീഡ് സമയത്ത് ഓവർഫ്ലോ ഉള്ളത് കൊണ്ട് ഓരോ പ്രാവശ്യവും എനിക്ക് ബ്ലഡ് കയറ്റേണ്ടതായിട്ട് വന്നിരുന്നു. അങ്ങനെ ബ്ലഡ് കയറ്റിയ സമയത്ത് ഒള്ളി അത് ഒരു 7 വരയ്ക്കൊക്കെ എനിക്ക് ആ ബ്ലഡ് കയറ്റുന്ന സമയത്ത് HB ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഞാൻ അടുത്ത മെനസ്ട്രൽ ടൈമിൽ എനിക്ക് വീണ്ടും ഈ HB കുറയുകയും അങ്ങനെ 5 വർഷത്തോളം ഞാൻ ഒരുപാട് നരകയാതനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. లాస్ట్ కి నన్ను చూసి డాక్టర్ చెప్పారు, గైనకాలజిస్ట్, 5 years అంటే 2020 మేలో అన్నారు, ఇలాగే విడిచేస్తే అంటే నా బాడీ బ్లడ్ తీసుకోనట్లేదు, ఉండట్లేదు, ఇలాగే విడిచేస్తే నేను నా జీవితంకి ఆ ప్రమాదం అని ఫస్ట్ గర్భసంచిని తీసేస్తామని అన్నారు 2020లో. 2020 ടൈമിലു ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഗൈനക്കോളജിസ്റ്റ് എന്താ പറഞ്ഞത് എന്ന് വിചാരിച്ചാല്, നിങ്ങളെ ശരീരത്തിലേക്ക് എത്ര ബ്ലഡ് കയറ്റിയാലും ശരീരം ബ്ലഡിനെ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ നിങ്ങളെ HB ഇത്രയും കുറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് ഗൈനക്കോളജിസ്റ്റ് എനിക്ക് ഉപദേശം നൽകി. అప్పుడు మా హస్బెండ్ కూడా అన్నారు, ఓకే తీసేయండి, లేకపోతే నాకు నా భార్య ముఖ్యము, ఇంపార్టెంట్ అని. కానీ నా లోపల ఆ గర్భసంచిని తీసేయాలని ఎక్కడ కూడా మనసు ఒప్పుకోవట్లేదు. ఏమో ఒక తర బాధ,
ఎలాగంటే ఒక తల్లి నుంచి ఒక బిడ్డని దూరం చేస్తే ఎలా ఒక బాధ ఉంటుంది, వాళ్ళు అంటుంటే నా లోపల నుంచి ఆ బాధ అవుతుంది అప్పుడు. ഈ കാര്യം എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യാം. എനിക്ക് എന്റെ ഭാര്യയുടെ ജീവനാണ് പ്രാധാന്യം. അതുകൊണ്ട് നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അത് കേട്ട സമയത്ത് എന്റെ മനസ്സിൽ എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്യാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരു അമ്മയുടെ അടുത്ത് നിന്നും ഒരു കുഞ്ഞിനെ വേർപിരിക്കുമ്പോൾ എത്രയാണോ ആ അമ്മ വേദന അനുഭവിക്കുന്നത്, അതേ ഒരു വേദന എൻ്റെ ഉള്ളിൽ ആ സമയത്ത് ഞാൻ അനുഭവിച്ചു. అప్పుడు నేను ధ్యానం చేయట్లేదు, అయినా కూడా లోపల బాధ. అప్పుడు మా డాక్టర్ ఏమన్నారంటే, మళ్ళీ నా రిపోర్ట్స్ చూసి, అప్పుడు నా హెచ్బి లెవెల్, బ్లడ్ లెవెల్ 6% ఉండేది. ఇంత తక్కువలో ఎవరు ఆపరేషన్ చెయ్యరు, నేను 2 months గడువు ఇస్తున్నాను, ఈ 2 monthsలో మళ్ళీ నా హెచ్బి లెవెల్ 12% రావాలి, అప్పుడు సర్జరీ చేస్తాము, ఇంత లో లెవెల్లో ఎవరు సర్జరీ చెయ్యరు అని నాకు ఇంటికి పంపించారు. ఇది 2020 మేలో జరిగింది. 2020 മെയ് മാസത്തില് ഡോക്ടറെ ഞാൻ സമീപിച്ചപ്പോൾ ഡോക്ടർ എന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് എനിക്ക് ഓൺലി 6% മാത്രമേ അപ്പോൾ HB ഉണ്ടായിരുന്നുള്ളൂ. 6% മാത്രമേ എനിക്ക് HB ഉണ്ടായിരുന്നുള്ളൂ. 6% HB ഉണ്ടാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ ഒരു വിധത്തിലും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 2 മാസത്തെ സമയം തരാം. ഈ 2 മാസത്തിന്റെ ഉള്ളില് ഈ 6% HB 12% ആക്കി മാറ്റി വന്ന ശേഷം മാത്രം നിങ്ങൾക്ക് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് ഡോക്ടർ మడకి అయച്ചു. ఓకే. అప్పుడు మా ఆయన ఏమన్నారంటే, 2020 జూన్లో నువ్వు అమ్మ ఇంటికి వెళ్ళిపో, రెస్ట్ తీసుకొని రా అని పంపించేశారు. ఎందుకంటే నాకు అంత హెల్త్ ఇష్యూస్ ఉండేది. అంటే పడుకొని కూర్చొని లేసేదానికి నాకు ఒక 2 minutes అయ్యేది. అంత గిడ్డినెస్, ఎందుకంటే నా బాడీలో బ్లడ్ లేదు, ఏమీ లేదు. అప్పుడు మా అమ్మ ఇంటికి రెస్ట్ తీసుకోడానికి పంపిస్తే, అప్పుడు 2020 జూన్ 23లో అమావాస్య గ్రహణం ఒకే రోజు వచ్చింది. అప్పుడు ధ్యానం చేస్తే ఎక్కువ ఎనర్జీ ఉంటుంది అని నా కజిన్ వాళ్ళ అత్తగారింట్లో అందరూ చేస్తారు, చాలా ఫోర్స్ చేసి ఆ రోజు నేను ధ్యానానికి కూర్చోపెట్టింది. അങ്ങനെ എൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എൻ്റെ മദറിന്റെ വീട്ടിലേക്ക്, എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എൻ്റെ ഭർത്താവ് എന്നോട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ 2000 ജൂണില് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഞാൻ വളരെയധികം ബെഡിൽ എണീറ്റ് നിൽക്കാൻ പോലും എനിക്ക് സാധ്യമല്ല, അത്രയും എനിക്ക് തലകറക്കം. കാരണം എൻ്റെ ശരീരത്തിൽ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു സാധനമില്ല, മറ്റുള്ള യാതൊരു എനർജിയും എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജൂൺ 23 അമാവാസി വന്നത്, അതായത് കറുത്തവാവ്. ആ ദിവസം ധ്യാനം ചെയ്താൽ ഒരുപാട് ശക്തി കിട്ടും എന്ന് എൻ്റെ കസിൻ പറഞ്ഞു. എൻ്റെ കസിന്റെ ഇല്ലോസ് എല്ലാവരും ധ്യാനം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ధ్యానത്തിലേക്ക് వന്നത്. ఓకే మేడం. ఆ రోజు పత్రి సార్ ఉన్నప్పుడు ఎక్కడ అమావాస మళ్ళీ పౌర్ణమి నాడు ఎక్కడ ఉన్న 3 hours ఫ్లూట్ వాయించేవాళ్ళు. అప్పుడు కూడా మా బెంగళూరు వ్యాలీలో ఉన్నారు సార్, 3 hours ఇది ఉంది సార్, ఫ్లూట్ మెడిటేషన్. అప్పుడు నాకు తను లైవ్ యూట్యూబ్ పంపించింది, చూసుకో 1 hour అయినా కూర్చొని. నేను 11 to 12 అలారం పెట్టేసుకొని కూర్చున్నాను మెడిటేషన్కి. అప్పుడు కూర్చున్నప్పుడు ఏమైందంటే మధ్యలో ఏమో ఒకరు ఊపిరి నాకు అయినట్లుగా అయిపోయింది, అంటే ఎవరో నా ఊపిరిని తీసుకొని వెళ్తున్నట్లాగా అనిపించింది. కానీ 1 hour మెడిటేషన్ కూర్చున్నాను. మళ్ళీ 11 to 12 అయిన తర్వాత అంటే నాకు ఊపిరి అయినట్టు చచ్చిపోయాను, బాడీ వేకెంట్ చేశానేమో అనుకున్నాను. తర్వాత 12 అయిన తర్వాత కళ్ళు తెరిచి చూస్తే నేను ఉన్నాను. నా బాడీలో ఏమో ఒక లైట్ ఫీల్గా అయ్యింది. അതായത് ആ സമയത്ത് പത്രിജി ജീവിച്ചിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് പൗർണമിയോ അമാവാസിയോ വന്നിട്ടുണ്ടെങ്കിൽ പിരമിഡ് വാലിയിൽ 3 hours മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. ആ 3 hours ഫ്ലൂട്ട് വായിച്ചുകൊണ്ട് പത്രിജി ലൈവ് ഇടുമായിരുന്നു.
അങ്ങനെ ആ ദിവസം ഞാൻ ധ്യാനം ചെയ്യുന്ന സമയത്ത് ഫ്ലൂട്ടിന്റെ ലൈവ് എനിക്കും കിട്ടി. ഞാൻ ആ ഫ്ലൂട്ടിന്റെ ലൈവ് വെച്ചിട്ട് 11 to 12 ധ്യാനം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്റെ ശ്വാസം നിലച്ചു പോയതുപോലെ എനിക്ക് തോന്നി. ആ ശ്വാസം നിലച്ച ശേഷം എനിക്ക് തോന്നി ഞാൻ മരിച്ചു പോയോ, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമായി. കാരണം എനിക്ക് ശ്വാസം എന്നത് ഉണ്ടായിരുന്നില്ല. 1 അവറിന് ശേഷം 11 to 12 ശേഷം ഞാൻ കണ്ണ് തുറന്ന് നോക്കിയ സമയത്ത് എന്റെ ബോഡി വളരെ ലൈറ്റ് ആയതുപോലെ എനിക്ക് വളരെ എന്തോ ഒരു ലൈറ്റ് వెయిట్ బోడీ ఎన్న പോലെ എനിക്ക് అనుభవപ്പെട്ടു. మళ్ళీ పొద్దున్నే మళ్ళీ నా కజిన్ కాల్ చేసి అడిగింది, ఎలాగనిపించిందక్క నువ్వు కూర్చున్నావు కదా అంటే, చాలా ఆనందంగా అనిపించింది, బాడీ కూడా చాలా లైట్ గా అనిపించింది. అంటే ఆ రోజు నుంచి 1 వీక్ వరకు జూమ్ లో ఇది పీరియడ్స్ గురించే వర్క్ షాప్స్ ఉన్నాయి, అటెండ్ కానీ ఫోర్స్ చేసింది. అది కూడా డైలీ 1 అవర్ నేను పడుకొని వినేదాన్ని. ఒక 2-3 డేస్ తర్వాత నాకే తెలీదు నేను ధ్యాన స్థితిలో కూర్చొని ആ വർക്ക് ഷോപ്പ് అంతా కంప్లీట్ చేసుకున్నాను. പിറ്റേ ദിവസം എന്റെ കസിൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ചേച്ചി ഇന്നലത്തെ ധ്യാനം എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വളരെയധികം ആനന്ദം അനുഭവപ്പെട്ടു, എനിക്ക് എന്റെ ബോഡി ലൈറ്റ് വെയിറ്റ് ആയതുപോലെ അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അടുത്ത ഒരാഴ്ച ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും വേണ്ടിയുള്ള ഒരു വർക്ക് ഷോപ്പ് നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ പറഞ്ഞു. 3 hours. ഞാൻ അങ്ങനെ ഡെയിലി എന്റെ അസുഖം കാരണം ഇരിക്കാൻ വയ്യ, ഞാൻ കിടന്നിട്ടായിരുന്നു ആ വീഡിയോ ആ വർക്ക്ഷോപ്പ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഡേ ബൈ ഡേ 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ആശ്വാസവും അതിൽ പങ്കെടുക്കാനുള്ള ആ ഒരു ഇതും എനിക്ക് ശക്തിയും എനിക്ക് കിട്ടി. ఓకే. అది ఇలాగే 1 వీక్ అయిన తర్వాత నేను డైలీ ధ్యానం చేసేదాన్ని. ఒక 10-12 డేస్ అయిన తర్వాత మళ్ళీ పీరియడ్స్ వచ్చింది. కానీ ఈ టైంలో ఏ ఒక సింటమ్స్ లేదు. కడుపు నొప్పి, బ్యాక్ పెయిన్, బాడీ పెయిన్ ఏమీ లేదు. కానీ పీరియడ్స్ అయ్యాను. ఫ్లోయింగ్ ఉంది కానీ పెయిన్స్ అన్ని వెళ్ళిపోయాయి. నాకు చాలా ఆశ్చర్యం అనిపించింది. 5-6 ఇయర్స్ నుంచి ఇంత సఫర్ పడ్డానంటే డైలీ 10-12 టాబ్లెట్స్ తీసుకునేదాన్ని. 1% అయినా ఇంప్రూవ్మెంట్ లేదు, పెయిన్ తక్కువ కాలేదు. కానీ ఈ ఒక 15 days లో ఏం జరిగింది అంటే, అప్పుడు నా కజిన్ చెప్పింది, ఇదే యొక్క ధ్యానాది పవర్ అని చెప్పింది. അങ്ങനെ ഈ ഒരു ധ്യാനം ഞാനൊരു 10-15 ദിവസം മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷം എനിക്ക് ആ മാസം പീരീഡ്സ് ആയി. പീരീഡ്സ് ആയ സമയത്ത് അത്ഭുതം എന്നേ പറയുന്നുള്ളൂ. എനിക്ക് ബോഡി പെയിൻ ഇല്ല, നടുവേദന ഇല്ല, വയറുവേദന ഇല്ല, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. അതിന്റെ മുന്നേ ഞാൻ ഒരു ദിവസം 10-15 ടാബ്ലറ്റ്സ് ഉപയോഗിച്ചിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും യാതൊരുവിധ ഗുണം ഇല്ല എന്ന് മാത്രമല്ല, ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ സഫറായിരുന്നു. എനിക്ക് ഫ്ലോ അതേപോലെ ഉണ്ട്, പക്ഷെ എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളൊന്നും അനുഭവപ്പെട്ടില്ല ആ മാസം. ഞാനിത് കസിനോട് പറഞ്ഞപ്പോൾ കസിൻ പറഞ്ഞു, ఇదాన ధ్యానത്തിന്റെ శక్తి എന്ന് അവരെന്നോട് പറഞ്ഞു. ఇలాగే 2 months అయ్యింది. అంటే నెలకి నాకు బ్లీడింగ్ కూడా ఫ్లోయింగ్ తక్కువ అవుతూ వచ్చింది. ఇలా 2-3 months అయిన తర్వాత నా హస్బెండ్ ఇంటికి వచ్చాను. ఇక్కడ మా ఆయన, ఇంకేం వెళ్ళొచ్చావు కదా, ల్యాబ్కి వెళ్ళి టెస్ట్ చేపిస్తాం సర్జరీకి అన్నారు. నేను 1 month మాత్రమే టాబ్లెట్స్ తీసుకున్నాను. 1 month విడిచేశాను. నెక్స్ట్ మంత్ వరకు ఏ టాబ్లెట్స్ ఏమీ లేదు, కానీ ఫ్లోయింగ్ తక్కువైంది, పెయిన్స్ అంతా క్లియర్ అయింది. మా ఆయన ల్యాబ్ లో పిలుచుకొని వెళ్ళి టెస్ట్ చేపించారు. ഞാൻ അങ്ങനെ ഒരു 2-3 മാസം എൻ്റെ വീട്ടിൽ അങ്ങനെ ധ്യാനം ചെയ്തു. ധ്യാനം ചെയ്ത ശേഷം സ്ലോലി ഈ ഓവർഫ്ലോ കുറഞ്ഞ് സാധാരണ സ്ഥിതിയിലേക്കായി. ഇപ്പൊ എനിക്ക് വയറുവേദന ഇല്ല, നടുവേദന ഇല്ല, ബോഡി പെയിൻ ഇല്ല, എനിക്ക് ഓവർഫ്ലോ ഇല്ല, എല്ലാം എനിക്ക് നോർമലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നു. ഞാൻ അവിടെ പോയ ശേഷം 1 മാസം മാത്രമായിരുന്നു ഞാൻ മരുന്ന് കഴിച്ചിട്ടുള്ളത്. ലാസ്റ്റ് 1 month എനിക്ക് ഒരു മരുന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറും ഈ ധ്യാനത്തിൽ മാത്രമാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ എന്നെ
ഇനി ഓപ്പറേഷന് കൊണ്ടുപോകാം എന്നുള്ള നിഗമനത്തിൽ എത്ര പെർസെന്റേജ് HB ഉണ്ട് എന്ന് നോക്കാൻ ലാബിലേക്ക് എൻ്റെ హస్బెండ్ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. అప్పుడు ల్యాబ్ లో టెస్ట్ చేపించారు. బీపీ చూస్తే బీపీ నార్మల్ వచ్చింది. హెచ్బి లెవెల్ చూస్తే హెచ్బి లెవెల్ నా లైఫ్ లోనే రాలేదు. 12% వచ్చేసింది. ఏ టాబ్లెట్స్ తీసుకోలేదు, ఏ ఫుడ్ తీసుకోలేదు. మా ఆయనకి చాలా ఆశ్చర్యం అనిపించింది. ఎప్పుడు మాక్సిమం అంటే 8% ఉండేది, 12% వచ్చేసింది. అప్పుడు మా ఆయన అడిగారు, ఇంకేమి మళ్ళీ ఆపరేషన్ ఎప్పుడు వెళ్దామంటే, ఇన్ని రోజులు వెయిట్ చేశాం కదా, 2 months గడువు ఇవ్వండి, 2 months లో కూడా నా ఇంప్రూవ్మెంట్ అవుతుంది అంటే పిలుచుకొని వచ్చేసారు నన్ను ఇంటికి. ഞങ്ങള് ലാബിൽ പോയി അവിടെ പരിശോധിച്ച ശേഷം ആദ്യമായിട്ട് എനിക്ക് BP ആയത് കണ്ടു. എനിക്ക് മാക്സിമം എൻ്റെ HB എത്ര ട്രൈ ചെയ്താലും 8%-ലധികം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കൂടിയിട്ടില്ലായിരുന്നു. ആ HB എനിക്ക് 12% ആയി. എൻ്റെ ഭർത്താവിന് വളരെയധികം അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്ക് ഓപ്പറേഷന് പോവാമില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എത്രയൊക്കെ സമയം നമ്മൾ കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് 2 മാസം കൂടി സമയം തരൂ. ഈ 2 മാസത്തിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയ ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് తిరిచి పోను. ఓకే మ్యామ్. అప్పుడు మళ్ళీ నేను ఎందుకు నాకు ఇవన్నీ వచ్చాయంటే, ఫస్ట్ మనమందరూ ఆడవాళ్ళ జన్మ తీసుకున్న తర్వాత కూడా మనలో ఉన్న ఆ ఫెమినైన్ ఎనర్జీని, స్త్రీతత్వాన్ని మనం ఎప్పుడు అక్సెప్ట్ చేయలేదు. ఫస్ట్ అది అక్సెప్ట్ చేసుకోవాలి. నాకి కూడా అందుకే వచ్చిందని అర్థమైంది. మళ్ళీ ఆ రోజు ఫైబ్రాయిడ్స్ గురించి ఒక క్లాస్ విన్నాను. అంటే ఎందుకు మనకు బీపీ, షుగర్, ఫైబ్రాయిడ్స్ వస్తాయంటే, మనము మనసులో ఉన్న ఆ నెగటివిటీకి, మన స్త్రీతత్వాన్ని అక్సెప్ట్ చేసే లేదు కదా, దానివల్ల మన గైనిక్ ఇష్యూస్ వస్తాయి. అది కూడా నా జీవితంలో సేమ్ అదే అయ్యింది. അവിടുന്ന് വന്ന ശേഷം ഞാൻ ചിന്തിച്ചു, എന്തിനാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്നുള്ളത് ചിന്തിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൂടുതൽ ഇറങ്ങിച്ചെന്ന ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു സ്ത്രീക്കും ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു സ്ത്രീ ഭാവം അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജി, ഒരു സ്ത്രീ ശക്തി ഉണ്ട്. ആ ശക്തിയെ ഞാൻ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ആ ശക്തിയെ എപ്പോഴാണോ നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ഗൈനക് പ്രോബ്ലം വരുന്നു, ഫൈബ്രോയിഡ്സ് ഉണ്ടാവുന്നു, BP ഷുഗർ ഉണ്ടാവുന്നു, നമ്മൾക്ക് നെഗറ്റീവ് തോട്ട്സും അതേപോലെ നമ്മളിലുള്ള ആ സ്ത്രീ ശക്തിയെ നമ്മൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം വരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ఆ ఫైబ్రాయిడ్స్ కూడా ఎలా మనం అక్సెప్ట్ చేసుకోవాలి, ఎందుకంటే మనం ఎప్పుడు అవి అక్సెప్ట్ చేసుకుంటామో అవి రిలీజ్ అయిపోతాయి. అంటే చిన్న పిల్లలు ఎంత మనము ప్రేమించినా, మనం ఎంత కోపం చేసుకుంటామో మన నుంచి దూరం వెళ్తాయి, మన మీద హేట్ అవుతుంది. అలాగే మన రోగాల్ని కూడా పిల్లల్లాగా చూసుకోవాలి. మనకు ఫైబ్రాయిడ్స్ కానీ ఏమీ వచ్చినా మనకి ఒక లెసన్ నేర్పించడానికి వస్తాయి. ఎప్పుడు మనం ప్రేమించి అవన్నీ అక్సెప్ట్ చేసుకుంటామో, అక్సెప్ట్ చేసుకొని మీరు ఏమి లెసన్స్ నేర్పించడానికి వచ్చారో నేర్చుకున్నాను, ఇప్పుడు రిలీజ్ అయిపోవండి అని అనుకోవాలి. 21 days 2 hours ఇలా అనుకొని ధ్యానం చేయాలి. అది కూడా మా యూట్రస్ ఎక్కడ ఉంటుందో పొట్ట మీద పెట్టుకొని చేస్తే అది ఇంకా ఎఫెక్ట్ గా ఉంటుందని ఆ రోజు ఆ మెడిటేషన్ నేను అటెండ్ చేశాను. ഈ ഫൈബ്രോയിഡ്സ് എന്തിനാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിൽ ചില തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫൈബ്രോയിഡ്സിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ അംഗീകരിക്കണം. അതായത് ഇത് എന്തോ ഒരു കാര്യം, ഒരു ജ്ഞാനം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ സ്നേഹപൂർവ്വം ആക്സെപ്റ്റ് ചെയ്താൽ അത് നമ്മളിൽ നിന്നും റിലീസായി പുറത്തു പോകും. അതിന് മേഡം ഒരു ഉദാഹരണം പറയുന്നത്, കൊച്ചുകുട്ടികൾ നമ്മളെ ശല്യപ്പെടുത്തിയാലും നമ്മൾ എന്ത് ചെയ്യും, സ്നേഹത്തോടു കൂടി അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവരെ നമ്മൾ സ്വീകരിക്കും അടുത്തേക്ക്. ഒരിക്കലും നമ്മൾ കൊച്ചുകുട്ടികൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്താൽ നമ്മൾ അവരെ തള്ളിക്കളയുകയില്ല. അതുപോലെ തന്നെയാണ് ഇതും.
ഈ ഫൈബ്രോയിഡ്സ് എന്തിനു വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിലുള്ള പല കാര്യങ്ങളെയും ജ്ഞാനങ്ങളെയും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിലേക്ക് വന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ യൂട്രസിന്റെ മേലെ കൈവച്ച് നമ്മൾ അതിനോട് പറയണം, നിങ്ങൾ എന്തിനാണോ വന്നത്, ഏത് പാഠമാണോ എനിക്ക് പറഞ്ഞു തരാൻ വന്നത്, ആ പാഠങ്ങളൊക്കെ ഞാൻ ശരിയായിട്ട് പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ റിലീസ് ആവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫൈബ്രോയിഡ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി റിലീസായി പോകും എന്നാണ് మేడం പറയുന്നത്. ఆ రోజు అది చేస్తూ ఉంటే పొట్ట మీద చేయి పెట్టుకొని లోపల ఒక బేబీ మూవ్ అవుతుందో అలాగే నా యూట్రస్ మూవ్ అవుతుంది, కళ్ళల్లో నీళ్ళు వస్తున్నాయి. అంటే మన చేసిన ఒక తప్పుని పశ్చాత్తాపం ద్వారా అది బయట వస్తుంది. అది నాకు అయ్యింది. ఎప్పుడు కూడా నేను ఆడజన్మ తీసుకున్నా కూడా ఆ స్టేజెస్ ని నేను అక్సెప్ట్ చేయలేదు. అందుకే నాకు ఇది వచ్చింది. మళ్ళీ ఎప్పుడు నాకు అది రియలైజ్ అయ్యిందో, ఆ యూట్రస్ గర్భసంచిని కామాఖ్య మాత అంటాం. ఆ తల్లి ఎక్కడ ఉంది అంటే అస్సాంలో గువాహటిలో ఒక కామాఖ్య టెంపుల్ ఉంది. అది సతీదేవి ఒక ప్రైవేట్ పార్టే, అక్కడ పూజ చేస్తారు. అదే మనలో ఉన్న గర్భసంచినే మనం కామాఖ్య మాత అంటాము. అది అక్సెప్ట్ చేసుకుంటే మనకంత గైనిక్ ఇష్యూస్ కూడా ఏమీ రావు. అది నాకు అర్థమైంది. മേഡം എന്താണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴാണോ ഈ വാസ്തവം റിയലൈസ് ആയി, എൻ്റെ ഗർഭപാത്രം നമ്മുടെ എവിടെയാണോ ഉള്ളത് അവിടെ ഞാൻ എൻ്റെ വയറിന്റെ മേലെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന കൈവച്ച് ഞാൻ അതിനോട് എൻ്റെ എല്ലാ തെറ്റുകൾക്കും ക്ഷമിക്കാൻ ഞാൻ എപ്പോഴാണോ പറയുന്നത്, അതായത് ഞാനൊരു സ്ത്രീയായി ജനിച്ച ശേഷം ഒരിക്കലും എൻ്റെ സ്ത്രീ തത്വത്തെ അല്ലെങ്കിൽ മാതൃഭാവത്തെ അല്ലെങ്കിൽ ഫെമിനിൻ എനർജിയെ ഞാൻ എപ്പോഴാണോ സ്വീകരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്, അതുകൊണ്ടാണ് എനിക്കിത് വന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ വയറിന്റെ മേലെ കൈവച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഗർഭപാത്രം ചലിക്കുന്നതായി, ഒരു കുട്ടി വയറ്റിൽ എങ്ങനെയാണോ ഇളകി കളിക്കുന്നത് അതുപോലെ ചലിക്കുന്നതായി എനിക്ക് തോന്നി. എൻ്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു, കണ്ണുനീർ നിറഞ്ഞൊഴുകി. ഗുജറാത്തിലെ കാമാക്ഷി ക്ഷേത്രത്തിൽ അവിടെ അസ്സാമിലെ കാമാക്ഷി ക്ഷേത്രത്തിൽ ഒരു സതീദേവിയുടെ പ്രൈവറ്റ് പാർട്ടാണ് അവിടെ പൂജിക്കുന്നത്, അവിടെ പൂജ ചെയ്യുന്നത്. അത് നമ്മുടെ ഗർഭപാത്രത്തിന്റെ ശക്തി എന്നുള്ള ആ ഒരു ഭാവമാണ് അവിടെ പൂജ ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലായി. അത് പ്രകാരം ഞാൻ എൻ്റെ ഗർഭപാത്രവുമായി സംസാരിച്ചു. అక్కడ కామాఖ్యమాత టెంపుల్లో అంటే అక్కడి నుంచి నీళ్ళు వస్తాయి. అది తాగితే మనకి ఏది ఒక గైనిక్ ఇష్యూస్ కానీ ఏమీ రాదు. మళ్ళీ అక్కడ ఆ తల్లికి ఇయర్లీ 3 days వైట్ సారీ కట్టేసి బయట వచ్చేస్తారు. అంటే టెంపుల్ అంతా లాక్ చేసుకొని వచ్చేస్తే ఆ 3 days తర్వాత చూస్తే వైట్ సారీ రెడ్ గా కలర్ గా మారేస్తుంది. మళ్ళీ వెనక బ్రహ్మపుత్ర నది ఉంది, ఆ నది కలర్ కూడా రెడ్ కలర్ గా మారుతుంది. అంటే ఇక్కడ మనం ఏమి అర్థం చేసుకోవాలి అంటే, ఇప్పుడు ఆ దేవతలే పీరియడ్స్ అవుతారంటే మనమందరూ మనుషులే కదా, మనం ఎందుకు ఆ పీరియడ్స్ ని అంత హీనయంగా దీనిగా చూస్తున్నాము? అది మనం అక్సెప్ట్ చేయటం వల్లనే మనకి ఇదంతా వస్తుంది. నాకు అదే అయ్యింది. ఎప్పుడు నేను ఫెమినిన్ ఎనర్జీ అక్సెప్ట్ చేసుకున్నానో, పీరియడ్స్ ని నేను ప్రేమించేది స్టార్ట్ చేశాను, అంత నాకు నార్మల్ అయిపోయింది. ఇప్పటి వరకు కూడా నా పీరియడ్స్ నార్మల్ గానే వస్తున్నాయి. ఏ റിവർ మేడం? അത് ఏ നദി? బ్రహ్మపుత్ర నది. ബ്രഹ്മപുത്ര നദി. ഓക്കെ. അവിടെ ഈ കാമാക്ഷി ക്ഷേത്രത്തില് ആ പ്രതിഷ്ഠയിൽ നിന്നും വരുന്ന ജലം നമ്മൾ കഴിച്ചാൽ, പ്രസാദമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഇഷ്യൂസും, ഹെൽത്ത് ഇഷ്യൂസും മാറുന്നതായിട്ട് കാണാം. ഇയർലി 3 days ആ കാമാക്ഷി അമ്മ എന്ന ആ പ്രതിഷ്ഠയെ വൈറ്റ് സാരി ധരിപ്പിച്ച് എല്ലാ ഭാഗത്തും, ആ അമ്പലത്തിന്റെ എല്ലാ ഭാഗത്തും ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വന്ന് 3 ദിവസത്തിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വൈറ്റ് സാരി മുഴുവൻ റെഡ് കളറായി ഇരിക്കുന്നത് കാണാം. ആ ടെമ്പിളിന്റെ ബാക്ക് സൈഡിലുള്ള ബ്രഹ്മപുത്ര നദിയിലെ ജലം പോലും റെഡ് കളറിൽ കാണാൻ പറ്റും. ദേവതകളായ അവര് കൂടി
ഈ പീരീഡ്സ് അവർക്ക് കൂടി ഉണ്ട്. പിന്നെ മനുഷ്യരായ നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മൾ അതിനെ ഹീനമായിട്ടും അല്ലെങ്കിൽ ദൂരം വെക്കണ്ടേ ആയിട്ടും ഉണ്ട് എന്നുള്ള ആ വസ്തുത എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാൻ അസഹ്യമായിട്ട് അതിനെ കണ്ടിരുന്ന ഭാവം എന്നിൽ നിന്നും മാറിപ്പോയി. എനിക്ക് എപ്പോഴാണോ എന്നിലുള്ള ഫെമിനിൻ എനർജിയെ ഞാൻ സ്വീകരിച്ചത് അല്ലെങ്കിൽ അംഗീകരിച്ചത്, എൻ്റെ എല്ലാ ഗൈനക് പ്രോബ്ലംസും അതോടുകൂടി ഇല്ലാതായി. ഞാനിപ്പോൾ നോർമൽ ആയിട്ടാണ് എനിക്ക് പീരിയഡ്സ് വരുന്നത് എന്നാണ് మేడం പറയുന്നത്. అప్పుడు ఆ రెడ్ సారీ ఉంటుంది కదా కామాఖ్యమాత టెంపుల్ది, అవి పీస్ చేసుకొని పెద్ద పెద్ద వివిఐపీస్ లైక్ అంబానీ ఇలాంటి వాళ్ళు దేవుడి ఇంట్లో పెట్టి పూజ చేస్తారు. అంటే అంత పవిత్రమైనది ఆ ఒక పీరియడ్స్ అన్నది. ఆ బ్లడ్ కానీ ఆ టైంలో మనకు ఎనర్జీ ఎక్కువ ఉంటుంది. డైలీ మనం అరగంట 1 అవర్ ధ్యానం చేసేది ఒకటే, పీరియడ్స్ టైంలో హాఫ్ అన్ అవర్ చేస్తే చాలు. అంత ఎనర్జీ ఉంటుంది. ఎందుకంటే ఎగ్ రిలీజ్ అయ్యి అది స్పర్మ్స్ తో చేరితే ఒక బేబీ క్రియేట్ అయ్యే అంత ఎనర్జీ ఉంటుంది. ఆ ఎనర్జీ మనము నెగటివ్ ఆలోచన మీద వేసి మన ఎనర్జీని వేస్ట్ చేసుకుంటున్నాం. അതായത് ഈ റെഡ് സാരി അവിടെ എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ, വർഷത്തിലൊരിക്കൽ ആ സാരി വൈറ്റ് സാരി റെഡ് ആവുമ്പോൾ അതിനെ ചെറിയ പീസായിട്ട് അത് എല്ലാവർക്കും പ്രസാദം പോലെ കൊടുക്കും. അത് വലിയ വലിയ VVIP-മാര്, അംബാനി പോലെയുള്ള അവരൊക്കെ വന്ന് കൊണ്ടുപോയിട്ട് പൂജാ റൂമിൽ വെച്ച് അവർ പൂജിക്കും. കാരണം അതൊരു ശക്തിയാണ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീക്ക് അണ്ടം റിലീസായ ശേഷം അതൊരു സ്പേമുമായിട്ട് ഒരു സൈഗോട്ടായി ഒരു പുതിയ ജന്മത്തിനെ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ഭാഗമാവാൻ വേണ്ടി ആ ഒരു വലിയൊരു ജനന പ്രക്രിയയ്ക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ ധാരാളം എനർജി റിലീസാവുന്ന സമയമാണ് ഈ പീരിയഡ് ടൈം. ആ ടൈമിനെ നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കാതെ നെഗറ്റീവ് തോട്ടുകൾ കൊണ്ടും നെഗറ്റീവ് പ്രവർത്തികൾ കൊണ്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള ഗൈനക് ഇഷ്യൂസ് എല്ലാം വരാൻ സാധ്യതയുണ്ട് എന്നാണ് മാഡം പറയുന്നത്. నేను కూడా ఎప్పుడు నా ఫెమినైన్ ఎనర్జీని అక్సెప్ట్ చేయలేదు. చిన్నప్పటి నుంచి అంతే. నేను ఫస్ట్ టైం మెచ్యూర్డ్ అయినప్పుడు మా సౌత్ ఇండియా కర్ణాటకలో ఒక ఫంక్షన్ లాగా చేస్తారు. నా జీవితంలో అదంతా జరిగింది. కానీ నాకు ఆ ఆడతనం అనేది ఇష్టపడలేదు. ఎందుకంటే రిస్ట్రిక్షన్స్ ఎక్కువ ఉంటాయి కదా మా టైంలో. మెచ్యూర్డ్ అయిన తర్వాత బయట వెళ్ళకూడదు, వేరే వాళ్ళతో మాట్లాడకూడదు, ఇవన్నీ. మళ్ళీ పెళ్ళైన తర్వాత మనమే ఎందుకు హస్బెండ్ ఇంటికి వెళ్ళాలి, మా అమ్మ నాన్న విడిచేసి వాళ్ళు రావచ్చు కదా. అంటే లైక్ నేను ఆడ జన్మ తీసుకున్న వల్ల ఇవన్నీ అయింది. అదే నేను మగ జన్మ తీసుకుంటే నేను మా పేరెంట్స్ దగ్గర ఉండొచ్చు, నాకు ఒక స్వేచ్ఛతో ఉంటుంది కదా అని ఒక బ్లాక్ అనేది అప్పటి నుంచి ఏర్పడి నాకు అది నా ఇప్పుడు పీరియడ్స్ మీద హెల్త్ మీద ప్రభావం చూపించింది. ఇదంతా నేను ധ്യാനంలో నేను చూసుకున్నాను. അതായത് ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് പീരീഡ്സ് ആയ സമയത്ത് കർണാടക സ്റ്റേറ്റിൽ സാധാരണയായിട്ട് അത് വലിയ ആഘോഷമാക്കി അതിനെ ഒരു ഫംഗ്ഷൻ ആക്കിയിട്ടൊക്കെ കൊണ്ടാടുന്നതാണ് അവിടുത്തെ രീതി. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പീരീഡ്സ് ആകണത് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കും. പുറത്തു പോവാൻ പാടില്ല, അവിടെ മിണ്ടാൻ പാടില്ല, ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഒരു സ്ത്രീക്ക് ഏർപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു പ്രക്രിയ, ഞാനൊരു മെച്ചൂർഡായി എന്നുള്ള ആ ഒരു സ്റ്റേജിനെ, ആ ഒരു ഭാവത്തെ അംഗീകരിക്കാൻ എനിക്ക് സാധ്യമായിരുന്നില്ല. പിന്നീട് ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണം, അച്ഛനമ്മമാരെ ഒഴിവാക്കി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ ഒഴിവാക്കി പോണത്? ഭർത്താവ് അങ്ങനെ നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവർക്കെന്താ നമ്മളെ വീട്ടിൽ വന്ന് നിന്നൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്നിൽ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീ ജന്മത്തെ ഞാൻ മനസ്സുകൊണ്ട് വെറുക്കുന്ന ഒരു
അനുഭവം എന്നിൽ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ കാരണം എന്ന് എന്റെ ധ്യാനത്തിലൂടെ എനിക്ക് നോക്കി കാണാൻ పట్టి എന്നാണ് మేడం പറയുന്നത്. నాకు కూడా అది వచ్చింది. ఎప్పుడు మనం అక్సెప్ట్ చేసుకుంటామో, ఆ బ్లాక్స్ ని రిలీజ్ చేసుకుంటామో అంత హెల్త్ ఇష్యూస్ అంతా క్లియర్ అయిపోతుంది. నాకు ఇప్పుడు బీపీ నార్మల్ గా ఉంది, హెచ్బి లెవెల్ 12 to 14% ఉంటుంది. పీరియడ్స్ కూడా మంత్లీ వన్స్ అవుతాను, 3 days అవుతుంది, 4th day క్లియర్. అంటే ఇదంతా ఎక్కడ వచ్చింది? మనకు జ్ఞానం అంటే ధ్యానం వల్ల. అందుకే పత్రి సార్ ఎప్పుడు అంటారు, ధ్యానం నుంచి జ్ఞానం, జ్ఞానం నుంచే ముక్తి అని. మీరు ఎంత భక్తి మార్గంలో ఉన్న పూజ చేసినా కూడా ధ్యానం చేస్తేనే ఆత్మజ్ఞానం అనేది వస్తుంది. మాలో ఒక సెల్ఫ్ రియలైజేషన్, సెల్ఫ్ ట్రాన్స్ఫర్మేషన్ అనేది అవుతుంది. അതായത് എപ്പോഴാണോ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത്, നമുക്ക് പത്രി സാർ എപ്പോഴും പറയും, ധ്യാനം കൊണ്ടാണ് നമുക്ക് ജ്ഞാനം വരുന്നത്, ജ്ഞാനം വഴിയാണ് നമ്മൾക്ക് മുക്തി ലഭിക്കുന്നത് എന്ന് പറയും. അതുകൊണ്ട് ഇതെല്ലാം സാധ്യമായത് ധ്യാനം കൊണ്ടാണ്. സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ട്രാൻസ്ഫർമേഷൻ എപ്പോഴാണോ നമുക്ക് കിട്ടുന്നത്, അത് നമുക്ക് ജ്ഞാനം വരുമ്പോഴാണ്. ഈ ജ്ഞാനം നേടണമെങ്കിൽ നമ്മൾ ധ്യാനം ചെയ്തേ പറ്റൂ. ഭക്തി മാർഗത്തിലൂടെ നമ്മൾ എത്ര സഞ്ചരിച്ചാലും പൂജ ചെയ്താലും ഈ ഒരു ഭാവം അല്ലെങ്കിൽ ഈ ഒരു ജ്ഞാനം നമ്മളിലേക്ക് വരാൻ വളരെ കഷ്ടമാണ്. ഞാൻ എൻ്റെ അസുഖം എങ്ങനെ മാറ്റി എന്ന് വെച്ചാല് ധ്യാനത്തിലൂടെ ജ്ഞാനം നേടി ഈ വാസ്തവങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ഇതിൽ നിന്നെല്ലാം മോക്ഷം പ്രാപിച്ചത്, సుఖం ప్రాపించదు എന്നാണ് మేడం പറയുന്നത്. నేను కూడా ధ్యానం చేసుకుంటూ వెళ్ళాను. నాకు మహావతార్ బాబాజీది కనెక్టివిటీ స్టార్ట్ అయింది. మహావతార్ బాబాజీ ద్వారా నాకు నా సోల్ పర్పస్ ఏమి, నేను ఎందుకు పుట్టాను, నే పని ఏమి, ఎందుకు వచ్చానని అర్థమైంది. అదే నాకు బాబా ఇచ్చిన, యూనివర్స్ ఇచ్చిన పని, అవేకనింగ్ ఆఫ్ ఫెమినైన్ ఎనర్జీ. ప్రతి ఒక్కరిలో ఉన్న ఆ దైవిక స్త్రీతత్వాన్ని మేల్కొల్పేదే నా పని అని అర్థమయ్యి ఆ రోజు నుంచి ఈ రోజు వరకు ఎంతో మంది కౌన్సిలింగ్ చేశాను, ఎంతో మందికి సర్జరీ అయ్యేది తప్పించాను. అంటే ధ్యానం ద్వారా మనము అన్నీ పొందొచ్చు. పత్రి సార్ అంటారు కదా, ధ్యానం అంటే సకల భోగ కారిణి, సకల రోగ నివారిణి, సకల జ్ఞాన ప్రదాయిని. ఈ మూడు కూడా నా జీవితంలో నేను ఎక్కువనే పొందానని చెప్తాను. അതായത് ഞാനിങ്ങനെ ധ്യാനം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ ധ്യാനം ചെയ്തപ്പോൾ മഹാവതാർ ബാബാജിയുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടായി. ആ കണക്ടിവിറ്റിയിൽ എൻ്റെ ജന്മ പർപ്പസ്, അതായത് ബർത്തിന്റെ പർപ്പസ് ഞാൻ മനസ്സിലാക്കി. അതായത് ഈ ഭൂപ്രപഞ്ചമിലുള്ള സ്ത്രീകളിലെ ഫെമിനിൻ എനർജിയെ എങ്ങനെ ഉണർത്താമെന്നും ആ എനർജി എന്താണ്, അത് എങ്ങനെയാണ് എന്നുള്ള ഒരു ജ്ഞാനം അവർക്ക് പറഞ്ഞു കൊടുക്കലാണ് എൻ്റെ ജന്മ ഉദ്ദേശമെന്നും ഞാൻ ബാബാജിയിൽ നിന്നും മനസ്സിലാക്കി. പാത്രി സാറ് പറയും, ധ്യാനം സർവരോഗ നിവാരണി, അതേപോലെ രോഗനിവാരിണി, സർവഭോഗകാരിണി, സർവജ്ഞാന പ്രസാദിനി എന്ന് പറയും. അത് നമുക്ക് അനുഭവത്തിലൂടെ എനിക്ക് അനുഭവിക്കാൻ പറ്റി എന്നാണ് മാഡം പറയുന്നത്. నేనేం చెప్తానంటే, మనమందరూ ఆడవాళ్ళై పుట్టిన తర్వాత ప్రతి ఒక్క స్టేజెస్ ని స్వీకరించాలి. ఇది ఎందుకు మనకు అంత గైనిక్ ఇష్యూస్ వస్తున్నాయి, పిల్లలు పుట్టట్లేదు, పెళ్లి కావట్లేదు, ఇంత పీసీఓస్ ప్రాబ్లం వస్తున్నాయంటే మనలో ఆ ఫెమినైన్ ఎనర్జీ అక్సెప్టెన్సీ లేదని వల్ల. అంటే ఇప్పుడు యూట్రస్ అన్నది మనకు పునర్జన్మ ఇచ్చిన మాత కదా. డాక్టర్ చెప్తారు, ఏమైనా కొంచెం చిన్న చిన్న విషయాలకే యూట్రస్ తీసేస్తాము, మీకు 2 పుట్టేసాయి, పని లేదు అని తీసేస్తారు. చెప్పండి మేడం. അതായത് ഡോക്ടേഴ്സ് ഒക്കെ പറയും, 1-2 മക്കളായില്ലേ, ഇനി യൂട്രസിന്റെ ആവശ്യം എന്താണ്, ഇതെടുത്ത് കളയാം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പെന്ന്. ഒരിക്കലും അങ്ങനെയല്ല അതിന്റെ വാസ്തവം. അതായത് യൂട്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുനർജന്മത്തിന് ശക്തി തരുന്ന ഒരു ശക്തി മാതാവായിട്ട്, ഒരു ശക്തിയായിട്ട് അതിനെ നമ്മൾ അംഗീകരിക്കണം. ആ ശക്തിയാണ്
നമ്മളിൽ ഒരു പുനർജന്മത്തിനുള്ള ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. അപ്പോൾ യൂട്രസിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ കടമയാണ്. നമ്മൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെമിനിൻ എനർജിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം അതിനെ നമ്മൾ మనసిలాకేంటం. అందుకే ఫస్ట్ మనమందరూ ప్రతి ఒక్క స్టేజెస్ ని స్వీకరించాలి, ఎంజాయ్ చేయాలి. ఫస్ట్ మెచ్యూర్డ్ అయినప్పుడు ఎవరు మీ ఇంట్లో పిల్లలు ఉంటారో వాళ్ళకి చెప్పాలి, మన వాళ్ళలో ఉన్న భౌతిక ఒక చేంజెస్ ని చూసి వాళ్ళకి కన్విన్స్ చేయాలి. అంటే ప్రతి నెల వచ్చే పీరియడ్స్ ని మనం ఎక్సైట్మెంట్ గా ఎదురు చూసి అక్సెప్ట్ చేసుకుని డివైనిటీలో చూడాలి. ఆ 4 days కూడా ఎక్కువ ధ్యానం చేసి మన ఎనర్జీని బ్యాలెన్సింగ్ చేసుకోవాలి. కానీ మనమేననుకుంటాము ఆడవాళ్ళ పుట్టేది ఒక కర్మము, ఇదంతా మా జీవితంలో వచ్చే ఒక పెద్ద సమస్య అనుకొని మనమే మన గైనిక్ ఇష్యూస్ ని తెచ్చుకుంటున్నాం. അതായത് നമ്മള് പീരിയഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, ഇതൊരു ശാപമല്ല, ഇതൊരു അനുഗ്രഹമാണ്. ഈ സമയത്ത് നമ്മളിൽ ഒരു ധാരാളം എനർജി ഉണ്ടെന്നും ഈ വാസ്തവങ്ങൾ നമ്മൾ ശക്തി കേന്ദ്രങ്ങളായി മാറുകയാണ് എന്നുള്ള വാസ്തവം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ 4 days കൂടുതൽ ധ്യാനം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കണം. അതുപോലെ തന്നെ ഇതിനെ ഒരു അസഹ്യ ഭാവത്തിൽ ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല. നമ്മൾ എപ്പോഴാണോ ഈ പീരിയഡ് ടൈമിനെ വളരെ നമ്മൾ ദുഷ്കരമായി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആലോചിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് PCOD PCOS എന്നൊക്കെ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസ്, നമുക്ക് ഗൈനക് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പ്രാധാന്യം മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് നമ്മൾ ഈ 4 ദിവസം ധ്യാനം ചെയ്യിപ്പിച്ച് അവരിൽ ഒരു പോസിറ്റിവിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് നമ്മുടെ സ്ത്രീ ജന്മത്തിന്റെ ഓരോ സ്റ്റേജുകളാണ്. ഈ ഓരോ സ്റ്റാറ്റസിനെയും നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കണം എന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. అందుకే మనమందరూ ఆ స్త్రీతత్వాన్ని అంగీకరించి మనలో ఉన్న ఎందుకంటే ఈ సృష్టిలో ఒక అద్భుతమైన ఒక క్రియేషన్ అంటేనే మనం ఆడవాళ్ళు పుట్టినప్పటి నుంచి మనము బాడీ వేకెంట్ చేసే వరకు ప్రతి ఒక్క స్టేజెస్ కూడా అద్భుతమే. పుష్పవతి అవుతాము, యువతులైతాము, పెళ్లి చేసుకుంటాము, ప్రెగ్నెంట్ అవుతాము. ఒక మదర్హుడ్ అనేది, తాయితనం అనేది అద్భుతమైన స్థితి. ప్రతి ఒక్కది ఎంజాయ్ చేయాలి. మళ్ళీ మెనోపాస్ అంటారు, మెనోపాస్ అనేది ఎక్కడ లేదు. మన పీరియడ్స్ నిలిచిపోతాయి కదా, అప్పుడు కూడా మనకు యూనివర్స్ ఒక అద్భుతమైన ఒక శక్తి ఇస్తుంది. అంటే మన మాటే మంత్రం అవుతుందంట. మనలు స్త్రీ నుంచి మహాస్త్రీలు అవుతామంట. అలాగే ఏ ఒక్క స్టేజ్ కూడా తక్కువే కాదు. ఒక ఆడ జన్మ అంటేనే అద్భుతము, ఒక అద్భుతమైన శక్తి అది. അതായത് നമ്മള് ഓരോ സ്റ്റേജിനെയും നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മൾ എപ്പോഴാണോ ഋതുമതിയാവുന്നത് അപ്പോൾ മുതൽ നമ്മൾ ഒരു അത്ഭുതമായ സൃഷ്ടിയാണ് സ്ത്രീ സൃഷ്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് ഫെമിനിൻ എനർജി. കാരണം ഒരു സ്ത്രീയാണ് ഒരു പുനഃസൃഷ്ടിക്ക് കാരണഭൂതമാകുന്നത് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പീരിയഡ്സ് മുതൽ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ ഒരു സ്ത്രീയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ പീരിയഡ്സ് ആവുന്നത് മുതൽ അതൊരു അത്ഭുതമാണ്. അതുപോലെ തന്നെ നമ്മൾ യൗവനത്തിലേക്ക് കടക്കുന്നത് ഒരു അത്ഭുതമാണ്. നമ്മൾ വിവാഹം കഴിക്കുന്നത് ഒരു അത്ഭുതമായ വിഷയമാണ്. ശേഷം നമ്മൾ ഗർഭം ധരിക്കുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും എല്ലാം ഒരു സ്ത്രീ ശക്തിയുടെ, ഒരു മാതൃത്വത്തിന്റെ വകഭേദമാണ്, പ്രതിരൂപമാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. മെനോപോസ് വന്നു കഴിഞ്ഞാൽ കൂടി നമ്മൾ ഒരു സ്ത്രീയിൽ നിന്നും ഒരു മഹാസ്ത്രീയായി പരിണമിച്ചു എന്നുള്ള ഒരു ഭാവന നമ്മളിൽ ഉണ്ടാവണം. മെനോപോസ് ടൈമിൽ കൂടെ ഈ യൂണിവേഴ്സിന്റെ സ്ത്രീ ശക്തിയെ നമ്മൾ അംഗീകരിച്ചു കൊണ്ട് വേണം. അതും ഒരു അത്ഭുതമായ അവസ്ഥാവിശേഷമാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം എന്നാണ് മാഡം പറയുന്നത്. అందుకే మనం ఇప్పుడు నెల వస్తుంది కదా పీరియడ్స్, ఎందుకు మనం అంత అసహించుకుంటాము?
కూర్చోపెడతాము. అది బ్లడ్ కూడా అంటే బ్యాడ్ అంటారు. ఎందుకు బ్యాడ్? అలాగైతే ఆ బ్లడ్ బ్యాడ్ అయితే మనమందరూ లోపల ప్రవహించే బ్లడ్ కూడా బ్యాడే కదా! ఏమీ లేదు. ఆ బ్లడ్ అనేది అంత ఎనర్జీగా ఉంటుంది. అది ఒక పీరియడ్స్ అన్నది మనకు భగవంతుడు ఇచ్చిన వరం అనుకోవాలి. ఆ టైంలో ఎక్కువ సంకల్పం మనకేమి కావాలో యూనివర్స్ లెవెల్‌లో వన్నెస్ స్థితిలో పెట్టుకుంటే మనం అన్నీ పొందొచ్చు. డే 1, డే 2, డే 3, డే 4 డే డే 1 నుంచి మనం ఒక్కొక్క సంకల్పం పెట్టుకొని ధ్యానం చేస్తే అన్నీ మనము మేనిఫెస్టేషన్ చేసుకోవచ్చు. అంత ఎనర్జీ ఉంటుంది ఆ 4 ഡേയ്സ്. അതായത് ഈ 4 ഡേയ്സിൽ നമുക്ക് വളരെയധികം എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് മാഡം പറയുന്നത്. ആ 1 ഡേ 1, 2, 3, 4 ഡേയ്സില് നമ്മളിലേക്ക് ക്രിയേറ്റ് ആവുന്ന ആ എനർജിയെ നമ്മൾ നല്ല നിലയിൽ യൂട്ടിലൈസ് ചെയ്യണം. അതായത് ഇതിനെ അസഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അസഹ്യഭാവത്തോടു കൂടി ഒരിക്കലും നമ്മൾ ഇതിനെ കണക്കാക്കരുത്. ഒരു സ്ത്രീ ഋതുമതിയായിട്ടുണ്ടെങ്കിൽ അവളെ വിലക്കപ്പെട്ട് ശപിക്കപ്പെട്ടവളാക്കി ഒരു ഭാഗത്ത് ഇരുത്തുന്ന പദ്ധതി ശരിയായിട്ടുള്ളതല്ല. നമ്മൾ നമ്മളെ അംഗീകരിക്കണം. ആ ബ്ലഡ് കൂടെ നമ്മൾ എന്താ പറയുക, അത് അയിത്തമാണ് എന്ന് പറയും. അതൊരിക്കലും അയിത്തമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ബ്ലഡും അയിത്തമായി നമ്മൾ കണക്കാക്കേണ്ടതായിട്ട് വരും. ഇത് നമ്മളുടെ ഒരു ശക്തി പ്രഭാവത്തിന്റെ പ്രതീകമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ അംഗീകരിക്കണം. ആ ദിവസങ്ങളിൽ നമ്മൾ സങ്കല്പം വെച്ച് ധ്യാനം ചെയ്താൽ, ഈ 4 ദിവസങ്ങളിൽ നമ്മൾ സങ്കല്പം വെച്ച് ധ്യാനം ചെയ്താൽ ആ സങ്കല്പങ്ങൾ മാനിഫെസ്റ്റ് ആവും എന്നാണ് മാഡം പറയുന്നത്. അതിനെ നമ്മൾ കഴിവതും യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ആ ദിവസങ്ങളിൽ ക്രിയേഷനുള്ള ശക്തി നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ఓకే మ్యామ్. అంటే మనం ధ్యానం చేసేటప్పుడు బ్రహ్మరంధ్ర ద్వారా మనకు తెలుసు కాస్మిక్ ఎనర్జీ తీసుకుంటాము. మనకి పీరియడ్స్ టైంలో మన దేహంలో ఉన్న ప్రతి ఒక్క సెల్ కూడా బ్రహ్మరంధ్ర లాగా యాక్ట్ చేస్తుందంట. అందుకే మనం అప్పుడు ఎక్కువ ఎనర్జీ ఉంటుంది. ఆ ఎనర్జీని మనము కడుపు నొప్పి, ఆ నొప్పి అని వేస్ట్ చేసుకుంటున్నాము. అదే ఎనర్జీ మనకి ఏమై కావాలో దాని మీద వేసి ధ్యానం చేస్తే అన్ని పొందుతాము. మళ్ళీ ఆడ జన్మాని యూనివర్స్ లో ప్రతి ఒక్కటి కూడా నేచర్ కి కానీ భూతల్లికి కానీ ఒక ఫెమినైన్ ఎనర్జీకే కంపేర్ చేస్తారు. ఎందుకని చెప్తాను. അതായത് നമുക്ക് പീരിയഡ് ടൈമില് നമുക്ക് സാധാരണ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രഹ്മരന്ധ്രം ഓപ്പണായി അതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് കോസ്മിക് എനർജി നമ്മൾ അതിലൂടെയാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. പീരിയഡ് ടൈമില് നമ്മുടെ ശരീരത്തിലുള്ള ഈച്ച് ആൻഡ് എവരി സെൽസ് ഒരു ബ്രഹ്മരന്ധ്രം പോലെ പ്രവർത്തിച്ച് അതിലൂടെ എല്ലാ എനർജി വലിച്ചെടുക്കാൻ നമ്മുടെ ശരീരത്തിന് റിസീവ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് ധാരാളം എനർജി നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് പറയുന്നത്, ശരീരത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നത്. ആ സമയത്തിന് നമ്മൾ വയറുവേദന നമ്മുടെ അസുഖം എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ നെഗറ്റീവ് ആക്കി മാറ്റി അതിനെ നമ്മൾ പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അതിനെ പാഴാക്കി കളയരുത്. അതിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടും ആ ശക്തിയെ ആ ദിവസങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം എന്നാണ് പറയുന്നത്. అంటే భూమాతకి కూడా మనం భూమాత అంటాం. ఆడ భూపిత అన్నాం. అంటే భూతల్లికి కూడా ఆడ జన్మానికి కంపేర్ చేస్తాం. ప్రకృతిని ప్రకృతి మాత అంటాం. అంటే నేచర్ ని కూడా ఆడవాళ్ళకి కంపేర్ చేస్తారు. ఈవెన్ నదిలో కూడా ఎక్కడ పుట్టినా అవి చేరుకునేది సముద్రం. అంటే మన ఆడ జన్మ కూడా అంతే కదా. మనము పుట్టేది మా అమ్మ ఇంట్లో, కానీ మా జీవితం ఎండ్ అయ్యేది హస్బెండ్ ఇంట్లో. అన్నిటికీ అందుకే నదిలి పేరు కూడా చూడండి, గంగా, యమున, సరస్వతి అని ఆడవాళ్ళ పేరు పెడతారు. ఎందుకంటే మన ఆడ జన్మ అనేది ఒక అద్భుతమైనది. അതായത് സ്ത്രീ ജന്മം എന്ന് പറയുന്നത് അത്യത്ഭുതമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്നാണ് മാഡം പറയുന്നത്.
ഭൂമിയെ ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മൾ ഉപമിക്കുന്നത്, ഭൂദേവി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയെ പ്രകൃതി മാത എന്ന് നമ്മൾ പറയുന്നത് സ്ത്രീ ആയിട്ടാണ് നമ്മൾ ഉപമിക്കുന്നത്, ഒരു പുരുഷനായിട്ട് നമ്മൾ ഉപമിക്കുന്നില്ല. ഇപ്പോൾ നദികളുടെ പേര് പറയുകയാണെങ്കിലും ഗംഗ, യമുന, കാവേരി, സരസ്വതി നദികളൊക്കെ സ്ത്രീകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിൽ അത്ഭുത പ്രതിഭാസമാണ് ഒരു സ്ത്രീ എന്ന പ്രതിഭാസം എന്നാണ് മാഡം പറയുന്നത്. നദി ഏതോ കുന്നിൻ മുകളിൽ ഉത്ഭവിച്ച് അത് ലാസ്റ്റ് ചെന്ന് ചേരുന്നത് സമുദ്രത്തിലാണ്. ഒരു സ്ത്രീയും അതുപോലെ തന്നെയാണ്. എവിടെയോ അച്ഛനമ്മമാരുടെ അടുത്ത് ജനിച്ച് അത് ഒഴുകി ഒഴുകി നമ്മുടെ ജീവിതം, നമ്മൾ ഒരു ഭർത്താവിന്റെ വീട്ടിലാണ് അത് സമാപ്തമാവുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നേച്ചറും ഒരു സ്ത്രീയുമായിട്ട് വളരെയധികം സാദൃശ്യങ്ങളും സാമ്യങ്ങളും തത്വങ്ങൾ ഒന്ന് തന്നെയാണ് എന്നാണ് നമ്മളിവിടെ మనసిలాకున్నది. మళ్ళీ ఆడ నీళ్లు చూడండి, గ్లాస్లో ఇస్తే గ్లాస్లో ఉంటుంది, బౌల్లో ఇస్తే బౌల్లో ఉంటుంది కదా. మనలో నీళ్ళలాగే అండి, ప్యూరిటీలో, క్రిస్టల్ క్లియరిటీలో, మళ్ళీ అడ్జస్ట్మెంట్లో మనము ఒక ఆడ జన్మ తీసుకున్న తర్వాత తల్లి అవుతాం, కూతురు అవుతాం, కోడలు అవుతాము, వదిన అవుతాం, అన్ని యాక్ట్ చేస్తాం. అంటే మనము కూడా నీళ్ళలాగే ఎక్కడ ఉంటామో అలాగ అడ్జస్ట్ అయిపోతాం. అంత ఒక అంటే మా అనాథ చక్రాలు 12 పెటల్స్ ఉన్నాయి, మనకు తెలుసు. ఆ పెటల్లో ఉన్న ప్రతి ఒక్క గుణము కూడా మనలో ఉంది. మనం ఆ 12 పెటల్స్ ని గుణాలు కూడా అవేకనింగ్ చేసుకోవాలి. അതായത് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെള്ളത്തിനെ നമുക്കറിയാം. നമ്മൾ അതൊരു പാത്രത്തിൽ, ഒരു ഗ്ലാസ്സിൽ എടുക്കുമ്പോൾ വെള്ളം ഒരു ഗ്ലാസിന്റെ ആകൃതി, ഒരു ബൗളിൽ എടുക്കുമ്പോൾ ബൗളിന്റെ ആകൃതി, ഏതിലാണോ നമ്മൾ അത് ഒഴിക്കുന്നത് അതിന്റെ ആകൃതിയിലേക്ക് മാറാൻ ഒരു ജലത്തിന് സാധ്യമാണ്, ഒരു വെള്ളത്തിന്, ഒരു ലിക്വിഡിന് സാധ്യമാണ്. അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീ ജന്മം എന്ന് പറയുന്നത്. ഒരു ഭാര്യയായിട്ടും, ഒരു അമ്മയായിട്ടും, ഒരു മരുമകളായിട്ടും, ഒരു മുത്തശ്ശിയായിട്ടും എല്ലാ കഥാപാത്രങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ജീവിക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു സ്ത്രീ തത്വത്തിന്റെ പ്രത്യേകത. ആ സ്ത്രീ തത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. కానీ మనం ఏం చేస్తున్నామంటే మనకింత అద్భుతమైన ఒక ఇది ఉంది, జన్మ ఉంది. ఇంత అద్భుతమైన స్థితిలో ఉన్నా కూడా ఆ 12 ప్లేటర్స్ కూడా మనం ఓపెన్ చేసుకోలేదు, అవి బ్లాక్స్ చేసుకుంటున్నాము. ఎలా అంటే మగవాళ్ళకి మనము కాంపిటేట్ చేస్తూ మన ఆడ జన్మలో ఉన్న ప్రతి ఒక్క స్టేజెస్ ని కూడా మనం అక్సెప్ట్ చేయట్లేదు, స్వీకరించట్లేదు, మర్చిపోతున్నాం. అంటే మనము వాళ్ళకి కాంపిటేట్ చేసేది ఓకే, కానీ మన ఒరిజినాలిటీ మనం ఎందుకు మర్చిపోవాలి? అదంతా మనము మర్చిపోయి మనము ఈరోజు ఇంత గైనిక్ ఇష్యూస్ ని ఫేస్ చేస్తున్నాం. അതായത് ഒരു സ്ത്രീ തത്വം എപ്പോഴാണോ അതിന്റെ ഉന്നതാവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അനാഹത ചക്രത്തിന് 12 പെറ്റൽസ്, 12 ഇതളുകളുണ്ട്. ഈ 12 ഇതളുകളും അതിന്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ശക്തി അത് ഒരു സ്ത്രീയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴാണോ ഒരു പുരുഷനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്, അങ്ങനെ വരുമ്പോൾ ആ 12 പെറ്റൽസിന്റെ ആ മഹാശക്തികളെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏത് കാരണം കൊണ്ടാണോ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്, ആ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളിലുള്ള ഫെമിനിൻ എനർജി നഷ്ടമാവുകയും ഇങ്ങനെ കണ്ട ഗൈനക് പ്രോബ്ലങ്ങളിലേക്ക് നമ്മൾ ചെന്ന് വീഴുകയും ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ആ ശക്തിയെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ തനതായ നമ്മുടെ ശക്തിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് മാഡം പറയുന്നത്. ఇప్పుడు నేను మీకు ఏమో హెల్ప్ చేయడానికి వస్తాను. మీరు అన్ని తీసుకున్న తర్వాత నాకు థ్యాంక్స్ చెప్పకపోతే ఎలాగుంటుంది చెప్పండి?
అలాగే మా గర్భాశయం కూడా మనకి ఆడతనం ఇచ్చింది, ఒక తల్లితనం ఇచ్చింది, స్త్రీ జన్మ పరిపూర్ణత ఇచ్చింది. ఇంత ఇచ్చినా కూడా మనము పీరియడ్స్ని యాక్సెప్ట్ చేయట్లేదు, ఆ తల్లిని యాక్సెప్ట్ చేయట్లేదు. అప్పుడు ఏమవుతుందంటే ఆ తల్లికి ఒక హర్ట్ అవుతుందంట. నేను దీనికి ఒక పరిపూర్ణత ఇచ్చేదానికి వస్తే ఇది నన్ను స్వీకరించట్లేదు, ప్రేమించట్లేదు, యాక్సెప్ట్ చేయట్లేదు అని తనకు తను ఏమైనా శిక్ష తెచ్చుకొని మా నుంచి వెళ్ళిపోతుందంట. అంటే యూజువల్లీ చూడండి, డాక్టర్స్ అంటారు పని ఏమీ లేదు, తీసేయాలి. ఓకే, మనము కూడా ఆ స్థితిలో ఉంటే ఓకే తీసేస్తాం. న్యాచురల్‌గా నిలిచిపోతే ఒక అర్థము. తీసేస్తే మనకు ఆడవాళ్ళన్నాలా? మగవాళ్ళన్నాలా? మీరే చెప్పండి. ఓకే. അതായത് ഒരു സ്ത്രീയുടെ പരിപൂർണത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിൽ യൂട്രസ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ ഒരു അമ്മയാക്കാനും ഒരു മാതൃത്വ ഭാവത്തിലേക്ക് കൊണ്ടുവരാനും ഒരു പുനഃസൃഷ്ടിക്കുള്ള ശക്തി തരാനും വേണ്ടിയിട്ട് നമ്മളിൽ ഗർഭപാത്രം രൂപം കൊണ്ടിട്ടുണ്ട്. നമ്മളെ ഒരു സ്ത്രീ ആക്കിയിട്ടുള്ളത് ഈ ഗർഭപാത്രമാണ്. ഈ ഗർഭപാത്രത്തിന് ഒരു പുനഃസൃഷ്ടി നടത്താൻ നമ്മെ സഹായിക്കാനുള്ള ശക്തിയുണ്ട്. ഈ ഗർഭപാത്രത്തിനെ ഒരു കാലത്തും നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി അതിനെ നമ്മൾ ഓർക്കാറില്ല. അതിന് വേണ്ടുന്ന ആ ഒരു പരിഗണന, അതിന് വേണ്ടുന്ന ഒരു താങ്ക്സ് നമ്മൾ ഒരിക്കലും അതിനോട് പറയാറില്ല. അതാണ് നമുക്ക് ഇത്രയൊക്കെ ഒരു അമ്മയാകാനുള്ള ഭാഗ്യവും അല്ലെങ്കിൽ ഒരു മാതൃത്വത്തെ നമ്മൾക്ക് പുറത്തേക്ക് നമ്മൾക്ക് പരിണമിപ്പിക്കാനുള്ള ശക്തിയും തരുന്നത് എന്നുള്ള ഭാവന ഒരിക്കലും നമ്മളിൽ ക്രിയേറ്റ് ആവുന്നില്ല. നമ്മൾ അതിനോട് താങ്ക്സ് പറയുന്നില്ല. എപ്പോഴാണോ അങ്ങനെ നമ്മൾ അതിനെ പരിഗണിക്കാതിരിക്കുന്നത്, അവഗണിക്കുന്നത്, അപ്പോൾ അതിന് തന്നെ സ്വന്തം അതിനെ നശിപ്പിച്ച് നമ്മളിൽ നിന്നും പുറത്തേക്ക് പോണം എന്നുള്ള ഒരു വാഞ്ച അതിനെ ഉണ്ടായിത്തീരുകയും അത് സ്വയം അങ്ങനെ നശിച്ച് നമ്മളിൽ പല രോഗങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. അതാണ് ഡോക്ടേഴ്സ് പറയുന്നത്, ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ, രോഗം വന്നില്ല, ഇതിനെ നമുക്ക് ഒഴിവാക്കി കളയാം എന്ന് പറയുന്നത്. അത് നമ്മുടെ ആലോചനകൾ കൊണ്ട് യൂട്രസ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വൈകല്യമാണ് എന്നാണ് മാഡം പറയുന്നത്. ആ വൈകല്യത്തിലേക്ക് നമ്മൾ യൂട്രസിനെ കൊണ്ട് ചാടിക്കാതിരിക്കണമെങ്കിൽ അതിന്റെ സ്ത്രീ തത്വത്തെ അല്ലെങ്കിൽ അതിന്റെ ശക്തിയെ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ മതിയാവൂ. എന്നാണോ അംഗീകരിക്കുന്നത് അന്ന് നമ്മുടെ ഇഷ്യൂസ് എല്ലാം ഇല്ലാതെയാകുന്നു എന്നാണ് മാഡം പറയുന്നത്. ఓకే మ్యామ్. అందుకే మనమందరం ఎప్పుడు ఈ ఆడతనాన్ని యాక్సెప్ట్ చేసుకుంటామో, ఇవన్నీ స్టేజెస్ స్వీకరిస్తామో, అప్పుడు మనం అద్భుతంగా జీవించొచ్చు. ఇది మనకు వచ్చేది ధ్యానం ద్వారానే. నేను కూడా ఆ జ్ఞానంలో ఉన్నాను. ఎప్పుడు నాకు ఈ జ్ఞానం దొరికిందో అన్నీ నేను పొందాను. అంటే ఏ ఒక్క స్టేజ్ కూడా చెడ్డది, తక్కువ అనేది లేదు. మనం పుట్టిందే ఒక అద్భుతం. మనం పుట్టిందే ఒక ఏమంటారు, చాలా పవర్ఫుల్ అయిన జన్మ మనం. ఇది మనము అలాగే వేస్ట్ చేసుకోకూడదు. మన ఏమి రోల్స్ ఉన్నాయో అవి నిభాయిస్తూ, మన కర్తవ్యాన్ని నిభాయిస్తూ కూడా మనము డిటాచ్మెంట్ లో ఉండాలి. అంటే మన ఆడవాళ్ళంటేనే భావనాత్మకులు జీవులు, ఎమోషనల్ ఫూల్స్. మనం త్వరగా మన మోహ మాయ ప్రేమలో పడిపోతాం. అందుకే పత్రి సార్ ఏమన్నారంటే సంసారంలోనే నిర్వాణం అన్నారు. అంటే అటాచ్మెంట్ లోనే ఉంటూ కూడా డిటాచ్ గా ఉండాలి. చెప్పండి మేడం, నేను మాట్లాడు. അതായത് മാഡം പറയുന്നത് എന്താ വെച്ചാൽ ഓരോ സ്റ്റേജുകളും നമ്മൾ ഒരു സ്ത്രീയായി ജനിച്ച ശേഷം നമ്മൾ ഋതുമതിയാവുന്നത് മുതലുള്ള ഓരോ സ്റ്റേജുകളും, ഋതുമതിയാവുന്നു, നമ്മൾ ഒരു യൗവനയുക്തയാകുന്നു, ഒരു അമ്മയാകുന്നു, ഒരു അമ്മൂമ്മയാകുന്നു, ഒരു മെനോപോസ് സ്റ്റേജിലേക്ക് നമ്മൾ വന്ന ഒരു മഹാശക്തി, മഹാസ്ത്രീയായി മാറുന്നു. ഇങ്ങനെയുള്ള സ്ത്രീ തത്വങ്ങളെ നമ്മൾ എപ്പോഴാണോ അംഗീകരിക്കുന്നത്, എപ്പോഴാണോ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന മഹാശക്തിയെ അംഗീകരിക്കുന്നത്, ആ നിമിഷം മുതൽ നമ്മൾ വളരെ സന്തോഷകരമായും ആരോഗ്യപരമായും നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നത് ധ്യാനത്തിലൂടെയാണ്. ധ്യാനത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതാണ് പത്രി സാറ് പറയുന്നത്. നമ്മൾ എപ്പോഴാണോ നമ്മുടെ തത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അപ്പോൾ നമുക്ക് എല്ലാ ഇഷ്യൂസിൽ നിന്നും റിലീവ് ആവാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്.
ఎందుకంటే మనము ఈ ఫిజికల్ లైఫ్ లో ఏమి నేర్చుకుంటామో స్పిరిచువాలిటీలో మనకు ఎగ్జామ్ ఉంటుంది. అంటే ఒక ఆత్మ పరిపూర్ణత పొందాలని ఇక్కడ వస్తుంది. అది ఎలా మనకు దొరుకుతుందంటే ఈ ఫ్యామిలీ లైఫ్ లో, భౌతిక జీవితంలో, అది స్పెషల్ ఆడ జన్మలో మనకు నేర్చుకునేంత లెసన్స్ మనం త్వరగా అప్గ్రేడ్ అవ్వచ్చు, పరిపూర్ణత పొందొచ్చు. ఊరికే మనం అన్ని విడిచేసి ధ్యానం చేస్తామంటే దాంట్లో మనం ఏమీ నేర్చుకోలేము. అందుకే పత్రి సార్ చెప్పారు, ఫ్యామిలీ లైఫ్ లోనే ఉండి మనము మన స్థితిని, మన హయ్యర్ స్టేట్ ని మనం పొందాలి అని. అంటే డే టైం మనము ఫ్యామిలీ లైఫ్ కి ఇవ్వాలి, నైట్ టైం పడుకో ముందర ధ్యానం చేస్తే, అంటే మధ్య మార్గంలో ఉండాలి, ఏది కూడా ఎక్కువ కాకూడదు. అంటే ఇక్కడ మనము అన్ని రోల్స్ నిభాయిస్తూ కూడా డిటాచ్మెంట్ ఎలా ఉంటామనేదే మనకున్న ఒక పెద్ద టాస్క్ అండి. പത്രി സാർ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരത്തിൽ നിർവ്വാണം സാധിക്കുക എന്നുള്ളതാണ്. സംസാരത്തിൽ നിർവ്വാണം സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾക്ക് നിർവ്വാണം, അതായത് നമ്മൾക്ക് മോക്ഷസ്ഥിതി നമ്മൾ പ്രാപിക്കണം എന്നാണ്. നമ്മുടെ ഈ ഫിസിക്കൽ ലൈഫിലൂടെ നമ്മൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണോ നേടിയെടുക്കുന്നത്, ആ എക്സ്പീരിയൻസ് നമുക്ക് സൂക്ഷ്മ തലത്തിൽ, അതായത് നമുക്ക് ഭൗതിക തലത്തിൽ നമ്മൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ, സൂക്ഷ്മ തലത്തിൽ നമുക്ക് അതിന് എക്സാം ഉണ്ട്, അതിന് പരീക്ഷണങ്ങളുണ്ട്. ഇതിലാണ് നമ്മൾ വിജയിക്കേണ്ടത്. നമ്മൾ സംസാരത്തോടു കൂടി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തോടു കൂടി, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ലൈഫിനോട് കൂടി നമ്മൾ ഇരിക്കുകയും അതേ സമയത്ത് അതിനോട് അറ്റാച്ചായി നമ്മൾ അതിലേക്ക് വീണു പോകാതെ, നമ്മൾ അതിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഡിറ്റാച്ച്ഡ് ആയി നിൽക്കാനും നമ്മൾക്ക് കഴിയണം. പക്ഷെ നമ്മൾ അതേ സമയത്ത് സെയിം ടൈം നമ്മൾ ആ ഒരു ഫിസിക്കൽ ലൈഫിലും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ട് ഇതിനെ രണ്ടിനെ എപ്പോഴാണോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ സമയത്ത് നമുക്ക് ഹയർ സോൾസുമായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടാവുകയും അവിടെ നമ്മുടെ സോള് അപ്ഗ്രേഡ് ആവുകയും ചെയ്യുന്നു എന്നാണ് പത്രി സാറ് നമ്മളോട് പറയാറുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പകൽ സമയം നമ്മൾ നമ്മുടെ കുടുംബ ജീവിതവും കർത്തവ്യങ്ങളും ചെയ്യുക, രാത്രി സമയങ്ങളിൽ നമുക്ക് നമ്മൾ സമയം ഉണ്ടാക്കി ധ്യാന സ്ഥിതിയിലായിരിക്കുക, ധ്യാനം ചെയ്യുക എന്നാണ് మేడం പറയുന്നത്. ఓకే. ఎందుకంటే ఇంటికి ఒక ఇల్లాలే గృహలక్ష్మి అంటారు. అంటే మనము ఫిజికలీ మెంటలీ మనం హెల్దీగా ఉండకపోతే ఆ ఇల్లు ఎలాగి బృందావనం అవుతుంది, అందరూ ఎలా బాగుండగలరు కదా. మనము ఫిజికలీ మెంటలీ హెల్దీగా ఉంటే అప్పుడు ఆ ఇల్లు ఒక నందగోకుల్లాగా ఉంటుంది. అందుకే పత్రి సార్ ఏం చేశారంటే ప్రతి ఇంటికి కూడా ఒక ఆడవాళ్ళకి ధ్యానం నేర్పించారు. ఎందుకంటే ఒక తల్లినే ఒక పిల్లలకి ఫస్ట్ గురువు అంటారు. మనం ఒకరు స్టార్ట్ చేస్తే ఆటోమేటిక్ గా మన ఎనర్జీ ద్వారా అందరూ ధ్యానానికి వస్తారు. అందుకే సార్ ధ్యాన మహాచక్రం నుంచి ధ్యాన మహిళా చక్రాన్ని పెట్టారు. మా PSSM లో చూడండి 90% మనం ఆడవాళ్లే ఉన్నాం. అంటే పత్రి సార్ మన ఆడవాళ్ళకి ఫెమినైన్ ఎనర్జీకి ఒక పెద్ద ప్లాట్ఫామ్ ని క్రియేట్ చేసి పెట్టారు. ఓకే. അതായത് പത്രി സാറ് സ്ത്രീകള് എന്താണോ ഈ സമൂഹത്തിൽ എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീ മാനസികമായും ശാരീരികമായും ഹെൽത്തി ആണെങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ ശാന്തി, സമാധാനം, ഐശ്വര്യം എല്ലാം കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ആദ്യ ഗുരു നമ്മുടെ അമ്മയാണ്. ഒരു അമ്മയിൽ നിന്നാണ് നമ്മളെല്ലാം നേടുന്നത്. ആ അമ്മയ്ക്ക് മാനസികാരോഗ്യം വേണം, ശാരീരിക ആരോഗ്യവും വേണം. ആ അമ്മ ശാരീരിക മാനസിക ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വീട്ടിൽ എങ്ങനെയാണ് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോരോ വീട്ടിലും ഒരു സ്ത്രീ വീതം കമ്പൽസറി ധ്യാനം പഠിച്ചിരിക്കണം എന്ന് പറയുന്നത്. ആ വീട്ടിൽ ആ സ്ത്രീ ധ്യാനം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മജ്ഞാനിയായിട്ടുണ്ടെങ്കിൽ, ആ കുടുംബത്തിന്റെ വെളിച്ചമായി വിളക്കായി
ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ അമ്മയ്ക്ക്, ആ ഭാര്യയ്ക്ക് വിളങ്ങാൻ കഴിയും എന്നുള്ളതാണ് പത്രിജി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 3/4% ഈ ധ്യാന പ്രപഞ്ചത്തിൽ PMCയിൽ കൂടുതലും സ്ത്രീകളാണ്. 3/4 പങ്കും സ്ത്രീകളുടെ പങ്കാണുള്ളത്. അവരുടെ പാർട്ടിസിപ്പേഷൻ ആണ് കൂടുതലുള്ളത്. ധ്യാന മഹാചക്രം നടത്തിയിരുന്ന പത്രിജി ധ്യാന മഹിളാ ചക്രം എന്ന പേരിൽ ആനിവേഴ്സറി ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം സ്ത്രീകൾക്കായിട്ട് പത്രിജി ക്രിയേറ്റ് ചെയ്തു. എന്തുകൊണ്ടെന്നാൽ സ്ത്രീ ശക്തിയെ മുന്നോട്ട് കൊണ്ടുവരിക, സ്ത്രീക്കുള്ള ആ ഫെമിനിൻ എനർജിയെ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുക, നമ്മുടെ ശക്തിയെ നമ്മൾക്ക് ഉപയോഗിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി സ്ത്രീകൾക്ക് ഒരുപാട് വലിയ സ്ഥാനം തന്ന് പത്രിജി നമ്മളെ എല്ലാം ఆదരിച്ചു. ആ ഒരു శక్తిയെ നമ്മൾ തിരിച്ചറിയുക ధ్యానത്തിലൂടെ. ఓకే మేడం. అందుకే మనమందరూ మన ఫస్ట్ ఆ ఫెమినిన్ ఎనర్జీని అక్సెప్ట్ చేసుకోవాలి. ప్రతి ఒక్క స్టేజెస్ ని స్వీకరించాలి. ఎప్పుడు మనము ధ్యానం చేస్తూ ఈ ఆత్మజ్ఞానం పొందుతామో అప్పుడు మనము ఆబ్వియస్లీ మానసికంగా, దైహికంగా ఆరోగ్యం కూడా పొందుతాము. అప్పుడు మనము ఏమి మనకెవరెవరు ఆడవాళ్ళు మీరు ఇలాగే ఉండండి, ఇక్కడ ఉండండి, మీ నుంచి ఏమీ కాదు అంటారో వాళ్ళ ముందరగానే మనము సాధించి చూపిస్తాం. ఇప్పుడు పత్రి సార్ మనకందరికి అవకాశం ఇచ్చారు కదా, మనం బయట వెళ్ళకపోయినా మనం ఇంట్లో కూర్చొని వరల్డ్ టూర్ చేస్తున్నాం. మనకు ఇప్పుడు ఇంపాసిబుల్ అని వర్డే లేదు. ఏమి మనము అంటే వేరే వాళ్ళని కంపేర్ చేస్తే మనం ఎంతో అద్భుతంగా ఎదిగాం. మనం చూస్తే వాళ్ళే అంటే మా ఇంట్లో కూడా అందరూ మనకు అంత రెస్పెక్ట్ ఇస్తున్నారు, ప్రేమిస్తున్నారంటే దట్ ఈస్ ద పవర్ ఆఫ్ మెడిటేషన్. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ചാല് നമ്മുടെ ഫെമിനിൻ എനർജിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഓരോരോ സ്റ്റേജുകളെ നമ്മുടെ സ്ത്രീ ജന്മത്തിലുള്ള, സ്ത്രീ ജീവിതത്തിലുള്ള ഓരോ സ്റ്റേജുകളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ അംഗീകരിച്ച് അതിനെ ആനന്ദത്തോടു കൂടി അനുഭവിക്കുക. അതായത് ഈ തത്വം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കമ്പൽസറി മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷനിലൂടെയാണ് ഈ ഒരു ജ്ഞാനം നമ്മളിൽ ഉറച്ചു കിട്ടേണ്ടത്. അങ്ങനെ നമ്മൾ മെഡിറ്റേഷനിലൂടെ ഈ ജ്ഞാനത്തെ നമ്മുടെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കുക. ഇപ്പൊ നമ്മൾക്ക് കൊണ്ട് ഒന്നും സാധ്യമല്ല എന്ന് നമ്മളെ കുറെ ആൾക്കാർ പറഞ്ഞവരെ മുന്നിൽ തന്നെ എനിക്കെല്ലാം സാധ്യമാണ് എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കുക. ഇപ്പൊ തന്നെ നമുക്ക് നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു വേൾഡ് ടൂർ ചെയ്യുന്ന പോലെയാണ്. നമുക്ക് എവിടെ ഇരുന്നും നമ്മളുടെ എല്ലാ കഴിവുകളെയും കുറിച്ച് സംസാരിക്കാനും എല്ലാവരിലും ഇതെത്തിക്കാനും നമ്മൾക്ക് സാധിക്കുന്നു. ഈ ഒരു സന്ദർഭം, ഈ ഒരു ചാൻസ് നമുക്ക് ഉണ്ടാക്കി തന്നത് പത്രിജിയാണ്. നമ്മൾ നമ്മുടെ കഴിവുകളെ നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ആൾക്കാരിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചു. ഇത് നമ്മളൊരു ധ്യാനത്തിലൂടെ, ജ്ഞാനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇതേ ആണ് നമ്മൾക്ക് ഈ క్లాసుల നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ఎందుకంటే ప్రతి ఒక్క ఆడవాళ్ళు మనం ఏమీ చేయలేము, మన నుంచి ఏమీ కాదు అని మనకి మనమే తక్కువ చేసుకుంటాం. కానీ ప్రతి ఒక్క ఆడవాళ్ళు కూడా అద్భుతమే, యూనిక్ క్వాలిటీస్ ఉంటాయి. ఎప్పుడు ధ్యానం చేస్తామో నెగిటివిటీ అనేది రిలీజ్ అయ్యి మన రియాలిటీ అవేకనింగ్ అవుతుందో, మనలో ప్రతి ఒక్కరు ఆ దుర్గాదేవి ఉంది, మనలో ప్రతి ఒక్కరిలో సీతాదేవి ఉంది. అది మనకు తెలియట్లేదు. పత్రి సార్ ద్వారా, ధ్యానం ద్వారా మనమేమని ఇప్పుడు మనం తెలుసుకుంటున్నాం. అందుకే సార్ ఏమన్నారంటే బుద్ధలాగా కాదు, బుద్ధ వైఫ్ యశోధర లాగా మనం అందరూ రెడీ అవ్వాలన్నారు. అంటే బుద్ధ భగవాన్ ఏమి విడిచేసి సాధించారో అదే వాళ్ళ భార్య తన సంసారంలో ఉండే బుద్ధ స్థితి పొందింది. మనము కూడా ప్రతి ఒక్కరు లాగా యశోధర మాత లాగా అవ్వాలి అని పత్రి సార్ చెప్పారు. അതായത് നീ ഒരു സ്ത്രീ അല്ലേ, നിന്നെ കൊണ്ട് എന്ത് സാധിക്കും, നിന്നെ കൊണ്ട് ഒന്നും സാധിക്കൂല എന്നുള്ള ഒരു കേൾവി കേട്ടുകൊണ്ട് നമ്മൾ ജനിച്ചു ജീവിച്ചത് കൊണ്ട് നമ്മളിൽ ഒന്നും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും കാലം ഒരു മൂലക്കിരുന്നു.
ഇനി മുതൽ അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. നമ്മുടെ ധ്യാന ശക്തി കൊണ്ട് നമ്മുടെ സ്ത്രീ ശക്തിയെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് മാഡം പറയുന്നത്. നമ്മുടെ പത്രിജിയുടെ പ്രബോധനം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ദുർഗാദേവിയെ, സീതാദേവിയെ നമ്മൾ ഉണർത്തി പുറത്തേക്ക് കൊണ്ടുവരണം. അത് ധ്യാനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. എല്ലാവരും ഒരു ബുദ്ധ ഭഗവാനല്ല ആവേണ്ടത്. ബുദ്ധൻ പുറത്തുപോയി ധ്യാനം ചെയ്തു, കൊട്ടാരം വിട്ടുപോയി, പുറത്തുപോയി അദ്ദേഹം തപസ് ചെയ്തു, അദ്ദേഹം ബോധോദയമുണ്ടായി, ബുദ്ധനായി. പക്ഷേ ബുദ്ധ ഭഗവാന്റെ ഭാര്യ യശോധര എവിടെയും പോകാതെ വീട്ടിലെ കുടുംബ ജീവിതം നയിച്ചുകൊണ്ട് ബുദ്ധത്വം നേടി എന്നാണ് പറയുന്നത്. നമ്മൾ സ്ത്രീകൾ കൂടെ അതേപോലെ തന്നെ നമ്മുടെ കുടുംബ ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾ ആ ബുദ്ധത്വ സ്ഥിതിയിലേക്ക് വരാൻ మెడిటేషన్లూడే നമ്മൾ సాధ్యమాക്കണം എന്നാണ് మేడం നമ്മളോട് പറയുന്നത്. ఓకే, అందుకే మనం ధ్యానం చేస్తేనే ఇవన్నీ మనకు జ్ఞానం వచ్చేది. అంటే ఫెమినిన్ ఎనర్జీని అక్సెప్ట్ చేసుకోవాలి. ఓకే, మా బాడీలో ఉన్న ప్రతి ఒక్క పార్ట్స్ ని సెల్ ని కూడా మనం థ్యాంక్ యూ చెప్పాలి. ఫస్ట్ మనకి మనం ప్రేమించుకోది నేర్చుకోవాలి. అంటే ఇప్పుడు మీకు మీ మీదనే ప్రేమ లేదు, కాన్ఫిడెన్స్ లేదు అంటే ఎదుటి వాళ్ళు ఎలా మిమ్మల్ని ప్రేమిస్తారు, కాన్ఫిడెన్స్ తెచ్చుకుంటారు? అంటే మనకు సెల్ఫ్ లవ్ రావాలి. ఎందుకంటే మనం చాలా స్పెషల్లీ మనం ఆడవాళ్ళు ఎదుటి వాళ్ళ ఇన్ఫ్లుయెన్స్ లో ఉంటాం. అంటే వాళ్ళు మీరు లావుగా ఉన్నావు, నువ్వు నల్లగా ఉన్నావు అంటే దాంట్లోనే వెళ్ళిపోతాం. మనకి తెలీదా మనం ఎలా ఉన్నాం, మా బ్యూటీ ఏమని? అంటే మీకే తెలియట్లేదు. వాళ్ళు చెప్తేనే మీరు నమ్ముతున్నారంటే మీరు ఎదుటి వాళ్ళ మీద ఉన్నారు. వాళ్ళు ఎలాగైనా చెప్పని, నేను లావుగా ఉన్నా, సన్నగా ఉన్నా, నల్లగా ఉన్నా కూడా నేను అద్భుతమే, నేను అత్యంత సుందరమైన ఒక యూనిక్ క్వాలిటీ అయిన ఒక సృష్టి అనుకుని మమ్మల్ని మనం ఎప్పుడు ప్రేమిస్తాం. అంటే మనం చాలా కంపేర్ చేసుకుంటాం వేరే వాళ్ళకి, కలర్ కి, ఫిగర్ కి. అది విడిచేసి మనల్ని మనం ప్రేమించుకోవాలి. మనం ఎలాగున్నా మనం అద్భుతమే, ఒక బ్యూటిఫుల్ సోల్ మనం. అది మనం తెలుసుకోవాలి. బాహ్య బ్యూటీ కన్నా లోపల ఉన్న బ్యూటీని తెచ్చుకోవాలి. ఎప్పుడు కూడా ఫిజికల్ బ్యూటీ మీరు ఎంత మేకప్ వేసుకున్నా, ఎంత ఫేషియల్ వేసుకున్నా ఎంతవరకు ఉంటుంది? మళ్ళీ మన రియాలిటీ బయట వస్తుందా? అదే మనం ధ్యానం ద్వారా మన ఇన్నర్ బ్యూటీని పెంచుకుంటే ఆ సోల్ రిఫ్లెక్షన్ అనేది ఎప్పుడు మన ఫేస్ లో వస్తుందో అప్పుడు ఏ మేకప్ కూడా వద్దు, ఏ ఒక పార్లర్ కూడా వద్దు. అంత అద్భుతమైన బ్యూటీ మనలో బయట వస్తుంది. അതായത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ വാക്കിനെയാണ് വിശ്വസിക്കുന്നത്. അതായത് നമ്മളൊരു അത്ഭുതമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്, അല്ലെങ്കിൽ നമ്മളിൽ ഒരു അത്ഭുതമായ ശക്തിയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള വാസ്തവത്തെ ഒരിക്കൽ പോലും നമ്മൾ സ്വയം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. നമ്മൾ എപ്പോഴും കമ്പാരിസൺ ആണ്. മറ്റുള്ളവരെ പോലെ എനിക്ക് ഭംഗിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ എനിക്ക് കളറില്ല, ഞാൻ കറുത്തതാണ്, ഞാൻ തടിച്ചതാണ്, എന്നിൽ ഗുണങ്ങളില്ല എന്നുള്ള ഒരു ഭാവന എപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. നമ്മുടെ ഓരോ അവയവത്തിനെയും ഓരോ സെല്ലിനെയും നമ്മൾ ഓരോ നിമിഷം താങ്ക്സ് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം, ഭൗതിക ശരീരം, അത് നമ്മൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. അത് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ അംഗീകരിക്കുക. മറ്റുള്ളവരിലൂടെ ആയിരിക്കരുത് നാം നമ്മെ കാണുന്നത്. നമ്മിലൂടെ നമ്മൾ നമ്മെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ ധ്യാനം ചെയ്യുക. ധ്യാനം വഴി നമ്മളിലുള്ള ആത്മസൗന്ദര്യം, അല്ലെങ്കിൽ നമ്മളുള്ള ഇന്നർ ബ്യൂട്ടി നമ്മൾ എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, ആ സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ആത്മശക്തി പുറത്തേക്ക് റിഫ്ലക്റ്റ് ആയി നമുക്ക് സൗന്ദര്യം, നമ്മളറിയാതെ തന്നെ നമ്മളിൽ സൗന്ദര്യം വന്നു ചേരും. നമ്മളൊരു ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ നമ്മളൊരു മേക്കപ്പിനോ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ തനതായ നമ്മുടെ ആ ആത്മശക്തിയെ റിഫ്ലക്റ്റ് ചെയ്യാൻ ജ്ഞാനത്തിലൂടെ നമുക്ക് കഴിയുന്നത്, അപ്പോഴാണ് ശരിയായി നമ്മളെ ബ്യൂട്ടിയെ നമ്മൾ
പുറത്തേക്ക് എടുത്തു കാണിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ വാക്കുകളിൽ, നെഗറ്റിവിറ്റിയിൽ നമ്മൾ പെട്ടുപോയി നമ്മൾ അതിനനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ ശക്തിയോ നമ്മുടെ ഈ ഭാവമോ നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ഇതിനായി നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം ധ്യാനം ചെയ്യണം. ധ്യാനത്തിലൂടെ ജ്ഞാനം നേടണം. ജ്ഞാനത്തിലൂടെ നമ്മുടെ ആത്മാ ഉന്നതിയെ നമ്മൾ ഉന്നത സ്ഥിതിയിൽ എത്തിച്ച് അതിലൂടെ നമ്മുടെ എല്ലാ സൗന്ദര്യവും, ആ സൃഷ്ടിയിലുള്ള ആ പ്രത്യേകമായ യുണീക്ക്നെസ് നമ്മൾ പുറത്തേക്ക് കാണിക്കാൻ നമ്മൾക്ക് കഴിയണം. ആദ്യമായി നമ്മൾ നമ്മുടെ സ്ത്രീ സൃഷ്ടിയെ, സ്ത്രീ ശക്തിയെ അംഗീകരിക്കണം എന്നാണ് മാഡം നമ്മളോട് പറയുന്നത്. ഓക്കെ മാം. जी मैडम, Thank you, ma'am. thank you so very much, ma'am, Thank for you, coming to PMC platform. Thank you, ma'am. Thank Thank you. you. Thank you for your time. Thank you, ma'am. Thank you, everyone.